ഓക്കെ, കഴിഞ്ഞ ആഴ്ചയിലത്തെ നമ്മൾ നാന്ദികേശം എന്നുള്ളൊരു ഭാഗത്തൂടെ കുറെ സഞ്ചരിച്ചു പോയി. അതിലൂടെ രണ്ടു മൂന്ന് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഒന്ന് ജഡയെ കുറിച്ച് പറഞ്ഞിരുന്നു, എന്താണ് ജഡ എന്നുള്ളത് പറഞ്ഞിരുന്നു, മുടി എന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ കജം എന്നുള്ളൊരു വാക്ക് പറഞ്ഞിരുന്നു. ഇതെല്ലാം വീണ്ടും ജനിക്കാൻ കഴിവുള്ളതാണ് ഈ വസ്തുക്കളെല്ലാം എന്നുള്ളതിനെ കുറിച്ച് ഒരു രൂപരേഖ തന്നു. കജനെ അസുരന്മാര് പലവട്ടം കൊന്നു. അത് ഏതൊക്കെ രീതിയിലാണ് കൊന്നതെന്നുള്ളതിനെ കുറിച്ച് എല്ലാം പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞിട്ട് കജനെ പുനർജന്മം ഉണ്ടെങ്കിൽ കജം എന്നുള്ളത് തലമുടിയാണെന്ന് പറഞ്ഞിരുന്നു. പിന്നീട് കാൽവിരൽ ഉണ്ട് കിടക്കുന്ന കേശവൻ, ആ കേശവൻ എന്ന് പറയുന്നത് കേശം മുടിയാണ്. കേശാലങ്കാരം എന്ന് പറഞ്ഞാൽ തന്നെ മുടിയിൽ അലങ്കരിക്കുന്ന വസ്തുക്കളൊക്കെയാണ് കേശാലങ്കാരം എന്ന് പറയുന്നത്. അതുകൊണ്ട് കേശവൻ ആരാണെന്നുള്ളതും കേശവനിൽ നിന്ന് കോശമാവുന്ന ഒരവസ്ഥ, ജഡ എന്താണ്, ജഡ എന്ന് പറയുന്നതും മുടിയെ തന്നെയാണ്. അങ്ങനെ മുടിയുടെ 4 അവസ്ഥകളെ കുറിച്ച് പറഞ്ഞു. ഇപ്പൊ പ്രപഞ്ചത്തില് മണ്ണ് കുഴച്ച് ഈശ്വരൻ മനുഷ്യനെ സൃഷ്ടിച്ചു എന്നുള്ള മതങ്ങളുടെ കഥയല്ല വേദങ്ങളിലുള്ളത്. പുരാണങ്ങളിൽ അങ്ങനെയുണ്ട്. മറ്റ് സെമറ്റിക് മതങ്ങളുടെ പുസ്തകത്തിലും ഏകദേശം അങ്ങനെയൊക്കെ തന്നെ കൊടുത്തിരിക്കുന്നത്. പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായാണ് വേദങ്ങളുടെ ചിന്ത. അതുകൊണ്ടാണ് വേദം ശാസ്ത്രമാണ് എന്ന് നമ്മൾ പറയാനുള്ളൊരു കാരണം. ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, അതിനകത്ത് ഈശ്വരനെ കുറിച്ച് മാത്രം പറയുന്നില്ല. അത് എന്താണെന്നുള്ളതിനെ കുറിച്ച് അത് ഒരു ശക്തിയായിട്ട് മാത്രം നിങ്ങൾ കാണുക എന്നല്ലാതെ വേറെ, അല്ലെങ്കിൽ അനന്തമായ ഒരു ശക്തി, അതിന് ബോധമുണ്ട്, അതുകൊണ്ട് അത് ബ്രഹ്മമാണ്. അറിവ് എന്നുള്ള അർത്ഥത്തിൽ ബ്രഹ്മം എന്ന് ഒരു പേര് ഈശ്വരൻ അവിടെ കൊടുക്കുന്നുണ്ട്. പ്രകൃതിക്ക് ആ ഒരു അറിവും ഗുണവും അതിന്റെ നിറവും ഗന്ധവും സുഗന്ധവും ഒക്കെ ഉള്ളതാണ്. അതിനപ്പുറം ഒരു ഈശ്വരനില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാട് വയ്ക്കുന്നത് എനിക്ക് തോന്നുന്നത് ലോകത്ത് വേദം മാത്രമേ ഉള്ളൂ. വേറെ ആരെങ്കിലും അങ്ങനെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സംസ്കൃതിയിൽ അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ കണ്ടിട്ടില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സാപ്പിലൂടെ ആണെങ്കിലും ഗ്രൂപ്പിലൂടെ ആണെങ്കിലും ഒന്ന് അറിയിച്ചാൽ സന്തോഷം. അതിനുശേഷം കുറെ ഗാനങ്ങളുടെ ഒരു രൂപരേഖ പറഞ്ഞു. പാലാഴി മങ്കയെ പരിണയിച്ചു പണ്ട് പത്മദളലോചനൻ ഭഗവാൻ എന്ന് ഉള്ള ഒരു ഗാനശകലം ഉണ്ടാകാനുള്ള ഒരു കാരണം മങ്കമ്പ് ഗോപാലകൃഷ്ണന്റെയാണ് എന്ന് തോന്നുന്നു. അങ്ങനെ അതിനുശേഷം പിന്നീട് പറഞ്ഞത് പരാശരൻ എന്നൊരു മുനി ദുർഗന്ധപൂരിതമായ ഒരു സ്ത്രീയെ സമീപിക്കുന്നുണ്ട്. പക്ഷെ അതിൽ നിന്ന് നമ്മൾ ഒരു കാര്യം പറഞ്ഞു, ചീഞ്ഞളിഞ്ഞ വസ്തുക്കളിൽ നിന്ന് പുഴുക്കൾ ഉണ്ടാവുന്നു. ആ ചീഞ്ഞളിഞ്ഞ വസ്തുക്കളെല്ലാം തന്നെ അന്നമാണ്. നമ്മൾക്ക് അന്നമല്ലെങ്കിൽ പുഴുവിന് അന്നമാണ്. ആ പുഴുവിൽ നിന്നുള്ള വളർച്ചയാണ് ഇന്നത്തെ എല്ലാ ജീവിതവും. അതുകൊണ്ട് ഭഗവാൻ ആദിശേഷൻ എന്നെല്ലാം പുരാണങ്ങളിൽ വിളിക്കുന്നത് ആദിയിൽ ശേഷിച്ചത് നാഗമാണ്. അതുകൊണ്ട് നാഗങ്ങൾക്ക് ആദിശേഷൻ എന്നുള്ളൊരു പേരുണ്ട് എന്നുള്ളതെല്ലാം നമ്മൾ പറഞ്ഞിരുന്നു. എന്തിനാണ് ഇതെല്ലാം പറയണമെന്ന് വെച്ചാൽ ഇനി കിടക്കുന്ന ഭാഗത്തേക്ക് പോകുമ്പോൾ, കഴിഞ്ഞ ആഴ്ചയിൽ ഇത് കേൾക്കാത്ത ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഒറ്റടിക്ക് ഇത് ഒന്നും മനസ്സിലാവുന്നില്ല എന്നുള്ള രീതിയിൽ ആരും സംസാരിക്കരുത്. അതുകൊണ്ടാണ് കഴിഞ്ഞ ആഴ്ചയിലത്തെ ക്ലാസ്സിനെ കുറിച്ച് വളരെ ഹ്രസ്വമായൊരു വിവരണം തരുന്നത്. ഓക്കെ, ഇനി ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പറഞ്ഞിരുന്നു മുടിക്ക് എങ്ങനെ ജീവൻ ഉണ്ടാവും എന്നുള്ളതാണ് ചോദിച്ചത്. അവിടെ വായു ഇല്ലേ എന്ന് ചോദിച്ചിരുന്നു. വായു ഉണ്ടെങ്കിൽ തന്നെ, വായു മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, വായുവിന് മുമ്പ് ഉണ്ടായത് ശബ്ദമാണ്. എന്തെല്ലാം ഭൂമിയില് പഞ്ചഭൂതങ്ങളൊക്കെ നശിക്കും, വായുവൊക്കെ ഇല്ലാത്തൊരവസ്ഥ വരും. ഭൂമി വീണ്ടും ചുട്ടുപൊഴുത്താൽ ഈ വായു എല്ലാം വേറെ ഭാഗത്തേക്ക് പോകും. പിന്നെ ഭൂമിയുടെ പരിസരത്ത് വായു ഉണ്ടാവില്ല. സൂര്യനിലേക്ക് ചന്ദ്രനിലേക്ക് ചെന്നാൽ എന്തുണ്ടാവില്ല, വായു ഉണ്ടാവില്ല. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ വായു ഉണ്ടാവില്ല. പക്ഷെ വായു ഉണ്ടായില്ലെങ്കിൽ പോലും ശബ്ദം ഉണ്ടാവും. ഭൂമി കറങ്ങുമ്പോഴും സൂര്യൻ കറങ്ങുമ്പോഴും ഭ്രമണം ചെയ്യുമ്പോഴും മറ്റുമെല്ലാം അതിൽ നിന്ന് ശബ്ദം ഉണ്ടായിക്കൊണ്ടിരിക്കും.
അതുകൊണ്ട് ശബ്ദത്തിന് മാത്രം നാശമില്ല. അതുകൊണ്ടാണ് ശങ്കരനെ നാദശരീരാപര എന്നൊക്കെ വിളിക്കാനുള്ള ഒരു കാരണം. ഈ ജഡയിൽ ഈ ശബ്ദം എന്തെങ്കിലും ഒരു പരിവർത്തനം ചെയ്തിരുന്നോ എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു അന്വേഷണമാണ് രണ്ടാമത്തെ നമ്മളുടെ ക്ലാസ്സിനകത്ത് ഉൾക്കൊള്ളിക്കാനായിട്ട് തോന്നുന്നത്. അത്തരം ഒരു ചിന്തകളാണ്. അതുകൊണ്ട് കല്യാണം നടത്തുമ്പോൾ സാധാരണ വെക്കാൻ പറ്റിയ പാട്ടുകൾ ഏതാണ് എന്ന് ചോദിച്ചാൽ പലതരം പാട്ടുകൾ വെക്കാറുണ്ട്. ചില ആൾക്കാരുടെയൊക്കെ കല്യാണത്തിന് ആ മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി മഞ്ഞക്കുറി കൊണ്ടും ചുറ്റി എന്നൊക്കെ പറഞ്ഞുള്ള പാട്ടുകളൊക്കെ വെക്കാറുണ്ട്. അല്ലെങ്കിൽ എന്റെയൊക്കെ ചെറുപ്പകാലം എന്നുള്ളൊരു ഒരു 10-16 വയസ്സ് മുതൽ ഞാൻ കേൾക്കുന്നത് അല്ലെങ്കിൽ ഏറെ കല്യാണങ്ങളിലൂടെ കേട്ടിരിക്കുന്ന ഒരു പാട്ട് പൂമുഖവാതിലിൽ സ്നേഹം വിളമ്പുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ എന്നുള്ള പാട്ടുകളൊക്കെയാണ് കല്യാണ വീട്ടിൽ കേട്ടിരിക്കുന്നത്. തമിഴ്നാട്ടിലേക്ക് ചെന്നാൽ ഈ പാട്ടൊന്നുമില്ല. തമിഴ്നാട്ടിലേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ കഠോരമായ ശബ്ദങ്ങളിലാണ് അവര് കല്യാണത്തിന് വയ്ക്കുന്നത്. ഇവന്മാർക്കൊക്കെ എന്തിന്റെ ഭ്രാന്താണ് എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. അവര് അത്രയും നല്ല ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ അത്രയും മനോഹരമായ ഒരു ചടങ്ങ് കുറെ കുരവയും പീപ്പിയും കുന്തവും കുറുവടിയും കൊണ്ട് ഇവര് നശിപ്പിച്ചു കളയും. ഇതെന്തിനെ ഇങ്ങനെ ഏതെങ്കിലും ശബ്ദം കേൾക്കാനായിട്ട് അതിനകത്ത് അവര് ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു വാദ്യോപകരണം നമുക്ക് ഇഷ്ടപ്പെടും. ഇടയ്ക്ക, മന്ദള, ഉടുക്ക്, തിമില, ഇങ്ങനെ സംഗീതം എന്ന് പറയാൻ പറ്റില്ല. മൃദുലമായ സംഗീതമല്ല, കഠോരമായ സംഗീതോപകരണങ്ങളാണ് ഇവര് ഉപയോഗിക്കുന്നത്. അസുരന്മാരുടെ കല്യാണം ഇതിലും ഭേദമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ വസ്തുത അറിഞ്ഞപ്പോൾ എന്റെ നാവ് അടക്കി ഞാൻ. എന്താണ് കാരണം എന്ന് വെച്ചാൽ ജലത്തിൽ നിന്നാണ് കോശങ്ങൾ ഉണ്ടായതെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു. കഠോരമായ ഇടിമുഴക്കം സംഭവിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? കഠോരമായ ഇടിമുഴക്കം സംഭവിക്കുമ്പോൾ മണ്ണിൽ കൂണുകൾ മുളയ്ക്കാറുണ്ട്, അല്ലേ? ഒരു ചെറിയ സമയം കൊണ്ട് അവ മുളച്ചു വളരുന്നത് ഒരു അത്ഭുത പ്രതിഭാസമാണ്. എല്ലാ കൂണും ഇടിവെട്ടിനാൽ ഉണ്ടാവുന്നില്ല. അത് സത്യമാണ്. കാര്യം ചിലത് മരത്തിൽ മുളയ്ക്കാൻ തിന്നാൻ കൊള്ളില്ലാത്തുണ്ട്, ഭക്ഷിക്കാൻ ഗുണകരമായിട്ടുള്ളതുണ്ട്, കൊഴുപ്പ് കൂടുതലുള്ളതുണ്ട്. അങ്ങനെ പലതരം കൂണുകളൊക്കെ ഉണ്ട്. അത് ഓരോരോ വ്യക്തികളുടെ ആമാശയത്തിന്റെ അഗ്നിയുടെ ഗുണം എത്രയാണോ അതനുസരിച്ചാണ് പല കൂണുകളും ഇവിടെ ഉണ്ടാകുന്നത്. അതുപോലെ ആനയുടെ പിണ്ടത്തിൽ നിന്ന് മഴക്കാലങ്ങളിൽ കറുത്ത ബലമില്ലാത്ത തൊട്ടാൽ ഒടിഞ്ഞു പോകുന്ന കൂണുകൾ ഉണ്ടാകാറുണ്ട്. കൂണുകള് ദ്രവിച്ച മരങ്ങളിൽ നിന്നും കൂണുകൾ ഉണ്ടാവും, അല്ലെ? എന്നാൽ ഈ മഴക്കാലത്ത് ഇടിമിന്നലിൽ നിന്നും ഉണ്ടാകുന്ന കൂണുകൾ ബീജവർദ്ധിനിയാണ്. ചിലതിന് പുരുഷ ലിംഗ ഘടനയുണ്ട്. ചില കൂണുകൾക്ക് ബീജത്തിന്റെ ഗന്ധമുണ്ട്, ബീജത്തിന്റെ നിറമുണ്ട്. അത്തരം ഘടനയിൽ നിന്നും അതിൽ ബീജ അവസ്ഥ ഉണ്ടെന്ന് നമ്മള് പ്രകൃതി പഠിക്കുകയാണ് അതിലൂടെ ചെയ്യുന്നത്. അപ്പൊ ഈ കൂണെങ്ങനെ ഉണ്ടായത്? കൂണുണ്ടായത് ശബ്ദ തന്മാത്രകളുടെ ഗുണം കൊണ്ടാണ്. അപ്പൊ ഒരു സ്ത്രീയുടെ ശരീരത്തിൽ, പുരുഷന്റെ ശരീരത്തിൽ ഈ ബീജാവസ്ഥ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ മധുരമായ സംഗീതമല്ല അവിടെ വേണ്ടത് എന്ന് തിരിച്ചറിഞ്ഞ തമിഴിന് ആദ്യ നമസ്കാരം നമ്മൾ പറയുന്നു. അല്ലെങ്കിൽ നിങ്ങളും ഇനി അത്തരം ആ പെപ്പര ഖോ എന്നൊക്കെ ഉള്ള ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ മസ്തിഷ്ക മുകുളങ്ങളിൽ എന്തുകൊണ്ട് ഇത്രയും വാദ്യോപകരണങ്ങൾ, അസുരനാദങ്ങൾ നീട്ടുന്നു എന്നുള്ളതിനെ കുറിച്ചൊരു ചെറിയൊരു സ്പാർക്ക് ഇനിയെങ്കിലും നിങ്ങൾക്കുണ്ടാകണം. അപ്പോ കൂണുകൾ അങ്ങനെ മുളയ്ക്കുന്നുണ്ട്. പക്ഷെ അവ മുളയ്ക്കുന്നതിനുള്ള സാഹചര്യം ഉണ്ടാകുന്നത് ഇടിമുഴക്കം എന്ന ശബ്ദത്തിൽ നിന്നാണ്. അപ്പൊ ആദിയിൽ ശബ്ദം ഉണ്ടായിരുന്നെന്നും ശബ്ദം വചനമായി തീർന്നെന്നും നമ്മൾ പല ഗ്രന്ഥങ്ങളിലൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഈ ശബ്ദത്തിന് സഞ്ചരിക്കാൻ വായു വേണം. അതൊരു സത്യമാണ്. വായുമണ്ഡലം ഇല്ലാത്ത ഗ്രഹങ്ങളിൽ നിന്നും ഭ്രമണം മൂലമുള്ള ശബ്ദം ഉണ്ടാകുന്നുണ്ട്. പക്ഷെ നമ്മൾക്ക് കേൾക്കാൻ കഴിയുന്നില്ല. എന്താ കാരണം?
നമ്മുടെ വായുമണ്ഡലവും സൂര്യന്റെ മണ്ഡലവും തമ്മിൽ അത്രയും ദൂരമുണ്ട്. സൂര്യനിലും കൂടി വായുമണ്ഡലം ഉണ്ടായിരുന്നു വെച്ചെങ്കിൽ ഭൂമിയിൽ ഒരു ജീവി ഉണ്ടാവില്ല, ഒക്കെ ചെവി പൊട്ടി പണ്ടേ ചത്തുപോയിട്ടുണ്ടായിരുന്നു. കാര്യം ശബ്ദം ഇതിന് സഞ്ചരിക്കാൻ എന്ത് വേണം? വായു വേണം. അതിന്റെ തെളിവ് നിങ്ങൾ പുഴയരിയിൽ താമസിക്കുന്ന 2 വീട്ടുകാർ തമ്മിലുള്ള സംസാരം. ആ പുഴയ്ക്ക് ഏറ്റവും കുറഞ്ഞത് 400 മീറ്റർ വീതി ഉണ്ടെന്ന് വെച്ചു. ഇവിടെ നിന്നൊരു സ്ത്രീ ചോദിക്കുകയാണ്, സരള എന്തായിരുന്നു ഇന്നലെ കറി എന്ന് ചോദിച്ചാൽ സരള തൊട്ടടുത്ത് നിന്ന് ഉത്തരം പറയണ പോലെ മറുപടി പറയും, ഇന്നലെ മുരിങ്ങാക്കോലും ചക്കക്കുരും കൂടിയാണ് ഞങ്ങൾ തേങ്ങാപ്പാൽ ഒഴിച്ച് കറി വെച്ചെന്ന് പറയും. പക്ഷെ തൊട്ടപ്പുറത്തേക്ക് മാറിയിട്ട് 30 മീറ്റർ അകലെ ഉള്ള ഒരു അയൽവക്കക്കാരനോട് ഇതേ ശബ്ദത്തിൽ സംസാരിക്കാൻ സാധിക്കില്ല. കാര്യം ശബ്ദത്തിന് മുന്നേ ഈ പുഴയുടെ അരികിൽ നിന്ന് അല്ലെങ്കിൽ ആ ജലത്തിന്റെ അരികിൽ നിന്ന് കടലിൽ നിന്നൊക്കെ കടൽക്കരയിൽ നിന്നൊക്കെ സംസാരിക്കുമ്പോൾ തണുത്ത അന്തരീക്ഷ വായു ഉള്ളതുകൊണ്ട് ശബ്ദത്തിന് കുറച്ചും കൂടി സ്പീഡിൽ സഞ്ചരിക്കാൻ സാധിക്കും. അത് അവിടെ നിൽക്കട്ടെ. അപ്പൊ ശബ്ദത്തിന് മുന്നേ ഭൂമിയിൽ വായുവില്ല. വായുവും ജലവും പ്രകടമായപ്പോൾ തന്നെ ശബ്ദത്തിന് വേഗത്തിൽ സഞ്ചരിക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടായി. ജലം എന്നിവ പ്രകടമായി എന്ന് പഠിക്കുമ്പോൾ ശബ്ദത്തിന് ദൂരേക്ക് സഞ്ചരിക്കാൻ വായു കൂടിയേ കഴിയൂ എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ നേരത്തെ ആ പുഴയുടെ തീരത്ത് നിന്ന് സംസാരിക്കുമ്പോഴുള്ള നമ്മളുടെ ആ ചെവിയുടെ കഴിവ് കൂടുന്നുണ്ട്, ശ്രവണ ശക്തി കൂടുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ചെവി കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നെല്ലിക്കാത്താള ഒന്നും കൂടി വെക്കുക എന്ന് ഞാൻ പറയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും, അല്ലെങ്കിൽ തണുത്ത ഒരു അന്തരീക്ഷം, നിങ്ങളുടെ ജലാംശം നിങ്ങളുടെ ശരീരത്തിൽ കുറഞ്ഞാൽ നിങ്ങളുടെ ചെവിയിൽ ഒരുതരം വരണ്ട ചർമ്മം രൂപപ്പെടും, ഒരുതരം സൊറിയാസിസ് പോലെ തന്നെ, അല്ലെങ്കിൽ താരൻ രൂപപ്പെടും. അപ്പോൾ നിങ്ങൾ തണുത്ത അന്തരീക്ഷം ഉണ്ടെങ്കിൽ, ചെവിയിൽ തണുത്ത അന്തരീക്ഷം ഉണ്ടെങ്കിൽ ആ വരൾച്ച അനുഭവപ്പെടില്ല. അതുകൊണ്ട് തേൻ പോലുള്ളതോ അല്ലെങ്കിൽ വെണ്ണ പോലുള്ളതോ അല്ലെങ്കിൽ നെയ്യ് പോലുള്ളതോ എന്തെങ്കിലും ഒരു വസ്തു ഒരു ഇയർബഡ് ക്ലീൻ ആക്കുന്ന ബെഡ്സ് ഉണ്ടല്ലോ, ബെഡ്സിലാക്കി ആ ചെവി ശുദ്ധിയാക്കിയാണെങ്കിൽ നനവോ അവിടെ ഉണ്ടാവും. അപ്പോൾ വീണ്ടും എന്ത് സംഭവിക്കും? ശബ്ദങ്ങൾ കേൾക്കാൻ സാധിക്കും. ഇതേ അവസ്ഥ തന്നെയാണ് ഇതിന്റെ മറ്റൊരു പതിപ്പാണ്, അല്ലെങ്കിൽ വലിയൊരു പതിപ്പാണ് ഈ പുഴയുടെ അരികിൽ നിന്ന് സംസാരിക്കുമ്പോൾ 400 മീറ്റർ അപ്പുറത്ത് ഇരിക്കുന്ന വീട്ടുകാരന് കേൾക്കാൻ സാധിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പോ നനഞ്ഞ വായു ഉണ്ടാവുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. അപ്പൊ ശബ്ദത്തിന് ദൂരേക്ക് സഞ്ചരിക്കാൻ കഴിയും. അഗ്നി, വായു, ആംഗിരസ്, ആദിത്യൻ എന്നിവയ്ക്ക് വേദം ലഭിച്ചത് എവിടെ നിന്ന് എന്ന് ചോദിച്ചാൽ ശബ്ദത്തിൽ നിന്നാണ് എന്ന് ഉത്തരം നമ്മൾ കൊടുക്കണം. ആ ശബ്ദം എവിടെ നിന്ന് വന്നു എന്ന് തിരക്കിയാൽ കാറ്റിനും ജലത്തിനും അഗ്നിക്കും ശബ്ദമുണ്ട് എന്ന് മനസ്സിലാക്കാം. ആയതിനാൽ പഞ്ചഭൂതങ്ങൾക്ക് നാശമുണ്ട്, ശബ്ദത്തിന് നാശമില്ല. അപ്പൊ നാശമില്ലാത്ത ഒരു വസ്തു എന്ന് പറയുന്നത് ജഡയും ശബ്ദവും ആണ്. അപ്പൊ ജലത്തിൽ ശബ്ദം വളരെ വേഗം സഞ്ചരിക്കുന്നു. അപ്പൊ മഴയിൽ അന്തരീക്ഷം കൂടുതൽ തണുക്കും, അല്ലേ? അപ്പോൾ ഇടിമുഴക്കം, ചെറിയ ഇടിമുഴക്കം നമുക്ക് വലുതായി കേൾക്കുന്നു. ഒരു പുഴയുടെ അരികിൽ നിന്നും സംസാരിച്ചാൽ അക്കരെയുള്ള വ്യക്തിക്ക് പതിഞ്ഞ സ്വകാര്യവും ചിലപ്പോൾ കേൾക്കാൻ സാധിക്കുമെന്ന് നമ്മൾ മുന്നേ പറഞ്ഞു. അപ്പൊ ജലത്തിന് ശബ്ദം വളരെ വേഗം സഞ്ചരിക്കാൻ കഴിയുന്നത് അവിടെ അന്തരീക്ഷം തണുക്കുന്നത് കൊണ്ടാണ്. അപ്പോഴാണ് ആ ഇടിമുഴക്കം നമുക്ക് വലുതായി കേൾക്കാവുന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഈ ഇടിമുഴക്കം നിങ്ങൾ രാജസ്ഥാനിൽ പോയ കേൾക്കൽ അവിടെയൊക്കെ ഉണ്ടാവുന്നുണ്ട്, പക്ഷെ അവിടുത്തെ സാഹചര്യം സന്ദർഭം എല്ലാം മോശമാണ്, അല്ലെങ്കിൽ ചൂട് കൂടുതലുള്ളതായിട്ട് നിങ്ങൾ അവിടെ വലുതായിട്ട് കേൾക്കുന്നില്ല. അപ്പോൾ മഴ പെയ്യുമ്പോൾ, ഇനി നമ്മൾ കാര്യത്തിലേക്ക് ഇറക്കാം, കൂടെ എന്താണെന്നുള്ളത്. മഴ പെയ്യുമ്പോൾ പഴകി ദ്രവിച്ച നാരുകൾ അവിടെ അഴുകുന്നുണ്ട്. ആ അഴകി ദ്രവിച്ച ചീഞ്ഞ വസ്തുക്കളിൽ ഇടിവെട്ടുകൊണ്ടുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദ തരംഗങ്ങൾ പതിക്കുമ്പോൾ ബീജാവസ്ഥ സംഭവിക്കുന്നു, വിശേഷമായി കൂണുണ്ടാവുന്നു. അത് ബീജഗുണമുള്ള ഭക്ഷണമാണ്, നിറവും മണവും ബീജത്തോട് സാമ്യമുണ്ടെന്നും പറഞ്ഞു. ഞാൻ പറഞ്ഞു വരുന്നത് ജഡവസ്തുവായ മുടിക്ക് ജീവനെ പകരാൻ ശബ്ദത്തിന്റെ പങ്ക് വളരെ പ്രധാനമാണ്. സാങ്കത്യത്തിന്റെ ഒരു ഘടന പറയുന്നുണ്ട്. സാങ്കത്യത്തിന്റെ ഘടന ആദ്യം തന്നെ പറയുമ്പോൾ ആദ്യം തന്നെ പഞ്ചഭൂതത്തെ കുറിച്ചല്ല പറയുന്നത്, പ്രകൃതിയെ കുറിച്ചാണ് പറയുന്നത്. പിന്നെ അതിന്റെ മഹത്വത്തെ കുറിച്ചാണ് പറയുന്നത്. പിന്നെ അതിന്റെ അഹങ്കാരം പറയുന്നുണ്ട്. നാലാമതായിട്ട് ശബ്ദം വരുന്നുണ്ട്. ഈ ശബ്ദം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ പ്രകൃതി വേണം, അതിന്റെ മഹത്ത് വേണം, അതിന്റെ അഹങ്കാരം എന്നൊക്കെ പറയുമ്പോഴേക്കും നിങ്ങൾ പറയുന്നത് അഹമ്മതിയോ അല്ലെങ്കിൽ ദേഷ്യമൊന്നും അല്ല.
സൂര്യന് അഹങ്കാരം ഉള്ളത് കൊണ്ടാണ് അത് ഇങ്ങനെ കത്തണത്. ഭൂമിയുടെ അഹങ്കാരം ഉള്ളത് കൊണ്ടാണ് അത് അഹങ്കാരം ഉള്ളത് കൊണ്ടാണ് അത് ഭ്രമണം ചെയ്യുന്നത്. അതിൽ നിന്ന് ശബ്ദം ഉണ്ടാവുന്നു, ശബ്ദത്തിൽ നിന്നും സ്പർശം ഉണ്ടാവുന്നു, ആ സ്പർശത്തിൽ നിന്ന് രൂപം ഉണ്ടാവുന്നു, രൂപത്തിൽ നിന്ന് രസം ഉണ്ടാവുന്നു, രസത്തിൽ നിന്ന് ഗന്ധം ഉണ്ടാവുന്നു. പിന്നെ മനസ്സ്, കണ്ണ്, കാത്, ത്വക്ക്, രസനം, രസനേന്ദ്രിയങ്ങൾ, മൂക്ക് എന്നുള്ള ഭാഗങ്ങൾ ഉണ്ടാവുന്നു. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ വാക്കും പാണിയും പാദവും ഉപസ്ഥവും മറ്റു കർമ്മേന്ദ്രിയങ്ങൾ ഉണ്ടായതിനു ശേഷം ആണ് അവിടെ ആകാശ തത്വം വരുന്നുള്ളൂ, അകലം എന്ന തത്വം വരുന്നുള്ളൂ. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഇതെല്ലാം ആകാശമില്ലാതെ ഈ പഞ്ചഭൂതങ്ങളും ഗ്രഹങ്ങൾ അവിടെ ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ, ആകാശം എന്നുള്ളത് അകലം എന്നുള്ള അർത്ഥത്തിൽ കൊടുക്കുന്നതാണ്, അകലത്തെ കാണിക്കാനായിട്ട്. അതിനുശേഷമാണ് അവിടെ വായു, അഗ്നി, ജലം, മറ്റ് കാര്യങ്ങളെല്ലാം വരുന്നുള്ളൂ. പുരുഷൻ എന്ന ആത്മാവൊക്കെ പിന്നീടാണ് അവിടെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ. അപ്പൊ ഞാൻ പറയുന്നത്, നശിക്കാത്ത വസ്തുക്കളിൽ എന്ത് വരുന്നുണ്ട്? പ്രകൃതി വരുന്നുണ്ട്, നാലാമതായിട്ട് ശബ്ദം വരുന്നുണ്ട്. പിന്നീട് അവിടെ രൂപം എന്ന് പറയുന്നത് ജഡയുടെ രൂപമാണ് കൊടുക്കുന്നത്. അതിനകത്ത് രസം ഉണ്ടാവുന്നുണ്ട്, അതിനകത്ത് ദുർഗന്ധം ഉണ്ടാവുന്നുണ്ട്, അതിനകത്ത് സ്പർശന സുഖമുണ്ട്. മനസ്സാവുന്നു എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. സംശയം ഉണ്ടെങ്കിൽ ക്ലാസിന്റെ ഒരു ഭാഗം കഴിയുമ്പോൾ നമുക്ക് ഒന്നും കൂടി വിവരിക്കാം. അപ്പൊ നമ്മൾ ഒരു കാര്യം പറഞ്ഞത് ശബ്ദത്തിന്റെ പ്രത്യേകതയാണ്. ശബ്ദത്തിന്റെ പ്രത്യേകത, നമ്മളുടെ പുസ്തകത്തിന്റെ ഒരു ഭാഗം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈ നാവൂര് പാട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ മീട്ടാനുള്ള ഒരു കാരണം എന്നുള്ളത് എന്തായിരിക്കും? അതിന്റെ ഒരു കാരണം അവിടെ കുടം കൊട്ടി തന്നെ പാടാനുള്ള കാരണം എന്താണ്? ഇത് കുട്ടി ജനിക്കുമ്പോഴും 28 ദിവസം പോലും എത്താത്ത കുട്ടിയുടെ ഈ കാതുകളിലേക്ക് ഇത്രയും കഠോരമായ ശബ്ദം വരുമ്പോൾ ഈ കുട്ടി ഉറങ്ങാറുണ്ട്. ഈ 28 ദിവസം മാത്രം പ്രായമുള്ള ഈ കുട്ടി ഇത്രയും വീണയുടെയും കുടത്തിന്റെയും ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ ആ കുട്ടിക്ക് അത് ഒരു കഠോര ശബ്ദമായിട്ട് തോന്നാത്തതിന്റെ കാരണം എന്തായിരിക്കും? അപ്പൊ ഇടിവെട്ടുമ്പോൾ ആ ഇടിവെട്ടുന്ന ശബ്ദം അവിടെ വിവാഹത്തിന്റെ സംസ്കാര ചടങ്ങിനുള്ള എന്താ പറയുക, സംഗീതോപകരണങ്ങളാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ, ജനിച്ചു കഴിയുമ്പോൾ പുല്ലാങ്കുഴൽ മീട്ടിയാൽ പോരാർന്നോ? കുറച്ചും കൂടി നല്ല ശബ്ദം അതല്ലേ? പക്ഷെ കുട്ടിക്ക് എന്തുകൊണ്ട് അവിടെ എന്നാൽ ഒരു അരോചകം എന്ന് പറയുന്ന ഈ പുള്ളുവ വീണ കൊടുക്കാനുള്ള ഒരു കാരണം എന്താണ്? പുള്ളുവൻ പാട്ടിന് അമ്മയുടെ ഹൃദയമിടിപ്പുമായി ബന്ധമുണ്ട്. ആ ഗർഭസ്ഥ ശിശുക്കൾ അമ്മയുടെ സിരയിലെ രക്തയോട്ടം വളരെ ഭംഗിയായിട്ട് കേൾക്കുന്നുണ്ട്. നമ്മുടെ ഹൃദയം ഇടിക്കുന്നത് നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടല്ലോ, അല്ലേ? അതിനകത്ത് നിങ്ങൾക്ക് സംശയമൊന്നുമില്ല. അപ്പൊ സിരയിലൂടെ ഒഴുകുന്ന രക്തത്തിനും ഒരു ശബ്ദമുണ്ട്. ശരീരത്തിലെ ഓരോ അവയവ പ്രവർത്തനത്തിനും അതിൻ്റെതായ ഒരു ശബ്ദമുണ്ട്. അതൊക്കെ തനതായ യന്ത്രങ്ങളുടെ ശബ്ദം പോലെയാണ്. ഈ ശങ്കരം തന്നെയാണ് ശരീരം എന്നൊക്കെ നമ്മള് ഇങ്ങനെ ആ ശങ്കരാഭരണം പാട്ടിലൂടെ ആ മഹത്തായ ഗായകൻ നമ്മളെയൊക്കെ അറിയിക്കുന്നുണ്ട്, അല്ലേ? ശങ്കരനാഥ ശരീരാപര, ശങ്കരൻ തന്നെയാണ് ശരീരം. നാദശരീരാപരമാണ് അമ്മയുടെയും ശരീരം. ഏതൊരു അമ്മയും കുഞ്ഞിനെ ഉറക്കാനെങ്കിലും ആ കുഞ്ഞ് കേട്ട ശബ്ദത്തെ ഒന്ന് അനുകരിക്കാറുണ്ട്. അതുകൊണ്ട് അവിടെ നിന്നാണ് രാ എന്ന ശബ്ദം ഉണ്ടാകുന്നതും മാ എന്ന ശബ്ദം ഉണ്ടാകാനുള്ള ഒരു കാരണം. കുഞ്ഞിനെ അമ്മ ഉറക്കുന്നത് അവിടെ മൂളാറുണ്ട്, അല്ലേ? അല്ലെങ്കിൽ രാരോ എന്നൊക്കെ പറയാറുണ്ട്. അത് നമുക്ക് ആ ശബ്ദത്തിലേക്കൊക്കെ വരാം. അപ്പൊ ഭ്രൂണത്തിൽ ശയിക്കുന്ന ശിശുവിന് അമ്മയുടെ ഹൃദയമിടിപ്പ് കേൾക്കാനായിട്ട് സാധിക്കും. അതുപോലെ അമ്മയുടെ ശരീര പ്രവർത്തനവും കുഞ്ഞ് ശ്രമിക്കുന്നുണ്ട്. അതൊരു സുന്ദര സംഗീതമാണ്. അതിങ്ങനെ വയറ്റിൽ കിടന്ന് കുഞ്ഞ് ആ ലോല സംഗീതം കേൾക്കുന്നു. മനുഷ്യ ശരീരത്തിലെ അവയവങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് മധുരമായ പുള്ളുവ ഗീതം ഉണ്ട്. അത് ആ ശബ്ദം, അതേ അമ്മയുടെ വയറ്റിൽ കുഞ്ഞ് കേട്ട ശബ്ദത്തെ തിരിച്ചറിഞ്ഞ് ഋഷികൾ വീണ്ടും നീ സുരക്ഷിതമായ ഒരു സ്ഥലത്താണ് ഉള്ളത് എന്ന് അറിയിക്കാനായിട്ട് അതേ അമ്മയുടെ വയറ്റിലെ ശബ്ദം അനുകരിക്കാൻ പറ്റിയ 2, 3 അല്ലെങ്കിൽ 5, 6 സംഗീത ഉപകരണങ്ങൾ കൊണ്ടുവന്നിട്ട് കുഞ്ഞിന് എന്ത്
ചിന്ത ഉണ്ടാക്കുന്നു, നീ ഇപ്പോഴും സുരക്ഷിതമാണ്. കാര്യം അവൻ അമ്മയുടെ ആ വയറ്റിൽ കിടന്നപ്പോൾ കേട്ട ശബ്ദം വീണ്ടും പുറത്ത് കേൾക്കുമ്പോൾ അത് അവൻ അവൻ ജനിച്ച വീടാണ്. അല്ലെങ്കിൽ ഏറെ നാട് വിട്ടതിന് ശേഷം വീടറിയാതെ ഇങ്ങനെ കുഴിയെ കിടന്ന് പെട്ടെന്ന് ഇത് തന്നെയാണ് എന്റെ വീട് എന്ന് മനസ്സിലാക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷം കുഞ്ഞിന്റെ തലച്ചോറിൽ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ സ്മരണ ഉണ്ടാകാൻ വേണ്ടിയാണ് ഈ പുള്ളുവ വീണ മീട്ടുന്നത്. അപ്പൊ രാ എന്നും മാ എന്നുമുള്ള ശബ്ദത്തോട്, അല്ലെങ്കിൽ ആ ശബ്ദങ്ങളോട് സാമ്യമുണ്ട് അതിന്. മായും രായും ഗർഭാവസ്ഥയിൽ ഇരമ്പുന്ന ശബ്ദത്തോടെ അനേക ധ്വനികൾ ആയിട്ട് ഒന്നിച്ച് കേൾക്കും. ഇതാണ്. അപ്പൊ നവജാത ശിശുവിനെ, അല്ലെ അമ്മയുടെ വയറ്റിലായിരുന്നപ്പോഴും ഭ്രൂണമായിരുന്നപ്പോഴും ഇത് കേൾക്കുന്നുണ്ട്. ആ നവജാത ശിശുവിനും ഇത് കേൾക്കാനുള്ള ഒരു അവസ്ഥ നമ്മൾ നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഭാരതീയൻ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഭാഗം ഇവിടെ പറയാനായിട്ടുള്ളത്, ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടതല്ലെങ്കിൽ പോലും ഈ നവജാത ശിശുവിന് ഇടാപിംഗള നാഡി ഏറെ നാള് സുഗമമായി പ്രവർത്തിക്കില്ല. അതുകൊണ്ട് യോഗയുടെ അവസ്ഥ സ്വയം വരുത്താനായിട്ട് അവിടെ ഈ നവജാതനാകില്ല, ശിശുവിനാകില്ല. നട്ടെല്ല് മാത്രമുള്ള ജീവിയാണ് ഗർഭസ്ഥ ശിശുക്കൾ എന്നും നമുക്ക് വിശേഷിപ്പിക്കാം. നട്ടെല്ല് മാത്രമേ ഉള്ളൂ, ഇടാപിംഗളൊന്നുമില്ല. അത് ലുബ്രിക്കേറ്റിംഗ് പോലുള്ളൊരു നട്ടെല്ലാണ്, വളച്ചാലൊന്നും ഒടിയില്ല. അപ്പൊ നീന്തി നടക്കുന്ന കാലം മുതൽ ഇടാപിംഗള നാഡികൾ ഒന്ന് സജ്ജമാകും. അപ്പോ അതുകൊണ്ട് പുള്ളു വീണ കമ്പി ഒരെണ്ണേ ഉള്ളൂ, രണ്ട് കമ്പിയില്ല. ഈ വീണക്ക് എന്തുകൊണ്ട്, പുള്ളു വീണക്ക് എന്തുകൊണ്ട് ഒറ്റ കമ്പി തെരഞ്ഞെടുത്തു? അത് മറ്റൊന്നുമല്ല, അത് ശിശു തന്നെയാണ്. ശിശുവിന് ഇടാപിംഗള എന്ന രണ്ടായി പിരിഞ്ഞ് പ്രവർത്തിക്കുന്നില്ലെന്ന് ആ പുള്ളോ സമുദായത്തിനോ, അല്ലെങ്കിൽ അതൊക്കെ ആഴത്തിൽ പഠിച്ച് നിർമ്മിച്ച ആ ഋഷികൾക്കും അതെല്ലാം അറിയാം. ഈ പുള്ളൂർ ശൈവ ആരാധകരായിരുന്നു, ശിവന്റെ ഭക്തരായിരുന്നു. അത് ആ പ്രകൃതിയുടെ സംഗീത ശാസ്ത്ര ഉപകരണങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്തിരുന്ന ഒരു ഹൈന്ദവ സമുദായമാണ്. നിരവധി നിറക്കൂട്ടുകളെ കുറിച്ച് പഠിച്ചിരുന്നു. അതുകൊണ്ടാണ് ഈ നാഗ കോലങ്ങളൊക്കെ അവർ വലുതായിട്ട് വരച്ചിരുന്നു. അപ്പോ ഉത്തമ പ്രജയുടെ ജനനത്തെ കാംക്ഷിച്ച്, അതുപോലെ തന്നെ ഗർഭിണിയുടെ സംരക്ഷണം കാരണമാക്കിയും വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും വിവിധ തരം സംഗീത സദസ്സ് ഒരുക്കിയിരുന്ന ഒരു സംസ്കാരം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. നന്ദുണി എന്നുള്ളൊരു വീണ, നന്ദുണി പാട്ടാണ് ഈ പാണൻ വരുന്നത് എന്നൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ല. നന്ദുണി, രുദ്രവീണ, കൈമണി, ഇതൊക്കെ ഇവരുപയോഗിച്ചിരുന്ന സംഗീത ഉപകരണങ്ങളാണ്. ആ പുരാതനമായ ഒരു യോഗശാസ്ത്രം പോലും ഇവര് കൈകാര്യം ചെയ്തിരുന്നു എന്നുള്ളതാണ് ഈ പുള്ളുവ വീണയും കുടവും രുദ്രവീണയും നന്ദുണിയും എല്ലാം ആയിട്ട് നമ്മൾ, കൈമണിയൊക്കെ ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഈ പതഞ്ജലിയുടെ ശാസ്ത്രം അത് വെളിപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് അവർ നട്ടെല്ല് വീണക്കമ്പിയാക്കി. പുള്ളുവ വീണയുടെ ആ ശബ്ദവേദ ശാസ്ത്രം ശ്രവിച്ചാണ് കുട്ടി വളരേണ്ടത്. അതും ഈ പുള്ളൂര് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ കുഞ്ഞു വളരാൻ രാഗങ്ങളിൽ യോഗ നിദ്ര വരുത്തി വീണ കൊണ്ട് മന്ത്രം ചെയ്ത ആ പുള്ളുവിനെയൊക്കെ നിങ്ങൾ കാണുമ്പോൾ ഒന്ന് നമസ്കരിച്ചേക്കാം. ആ നാദമാണ് നിന്നെ നീയാക്കിയത്, അല്ലെങ്കിൽ നമ്മളെ നാം ആക്കിയത്. അപ്പൊ ഭാരതത്തില് എല്ലാ പുള്ളുവർക്കും നന്ദി അർപ്പിക്കുന്നു. വീണയും കുടവും ഇപ്പോൾ നിലച്ച പോലെയായി, അതിനും ഒരു പുതുജീവൻ ഇനി ഉണ്ടാകട്ടെ. ഇനി ഇതിന്റെ ഒരു ബാക്കി ഭാഗം പറയാനാണെങ്കിൽ, ഈ യോഗീശ്വരൻ എന്നാൽ ശിവ ഭഗവാനെ ഉദ്ദേശിക്കുന്ന ഒരു പേരാണത്. ശിവന്റെ കയ്യിലെ ഉടുക്ക് ആ പുള്ളു വീണയ്ക്കും അല്പം മുകളിലാണ്. രണ്ടിനും ഏകദേശം ഒരേ നാദമാണ്, അല്ലെ? ഉടുക്കും അതുപോലെ തന്നെ പുള്ളു വീണ അതിന്റെ കൂടത്തിനൊക്കെ ഏകദേശം ഒരു ശബ്ദ സാമ്യങ്ങളുണ്ട്. കാര്യം ശിവന്റെ കയ്യിൽ ഉടുക്കു മാത്രമല്ല, പിന്നെ എന്തുണ്ട്, ഒരു ശംഖും കൂടിയുണ്ട്. അപ്പൊ ഗർഭിണിയുടെ
അത് ആ ഭാഗത്തേക്ക് ഞാൻ വീണ്ടും ഒന്നും കൂടി വരാം. ഈ ഗർഭിണി ഗാഠനിദ്രയിലാകുമ്പോൾ മാത്രമാണ് ഇങ്ങനെ രാശബ്ദം കലരുന്നുള്ളൂ. രാത്രിയുടെ ആ സുന്ദരയാമത്തിൽ അമ്മ ഇങ്ങനെ സുഖമായി ഉറങ്ങും. ആ വേളയിൽ ശരീരത്തിന്റെ ശബ്ദം ഹിന്ദോള രാഗമായിട്ട് മാറുന്നുണ്ട്. എന്താ കാരണം എന്ന് വെച്ചാൽ ഗർഭിണി ഇങ്ങനെ നടക്കുമ്പോൾ ഈ വയറൊരു തൊട്ടിലാവും. അതുകൊണ്ട് കുഞ്ഞ് രാത്രി പകലിങ്ങനെ നടക്കുന്നതുകൊണ്ട് തൊട്ടിൽ ആയതുകൊണ്ട് ശിശു പകൽ കിടന്നുറങ്ങും. ഭ്രൂണമായിരിക്കുമ്പോൾ അമ്മയുടെ വയറ്റിൽ കിടന്ന് ഇവൻ ഉറങ്ങുന്നത് പകലാണ്. രാത്രിയാകുമ്പോൾ അമ്മ എന്ത് ചെയ്യും? അമ്മ ഉറങ്ങും. അപ്പൊ തൊട്ടിലാട്ടം നിൽക്കും. അപ്പൊ കുഞ്ഞ് എഴുന്നേറ്റ് നിൽക്കും. അങ്ങനെ രാത്രി ഇവൻ ഉറക്കമില്ല. അങ്ങനെ രാത്രി ഉറക്കമില്ലാത്തത് കൊണ്ടാണ് ജനിച്ചു കഴിഞ്ഞാലും ഏകദേശം ഒരു 3 മാസത്തോളം ഇവൻ പകല് കിടന്നുറങ്ങും. രാത്രി ഈ ഗർഭിണി അല്ലെങ്കിൽ ഈ പ്രസവിച്ച അവന്റെ അമ്മയെ ശരിക്കും ശല്യപ്പെടുത്തും. അതാണായാലും പെണ്ണായാലും. അത് നമ്മളൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മളും അത് അനുഭവിച്ച് ഇനി മുന്നോട്ട് പോവുള്ളൂ. അപ്പൊ അമ്മയുടെ നിദ്രയിൽ വയറാവുന്ന തൊട്ടിൽ നിശ്ചലമാവും. അങ്ങനെ ചലനം നിലയ്ക്കുമ്പോൾ ഗർഭിണിയുടെ ശരീരത്തിലെ സിരകളിൽ നിന്നും ഹൃദയമിടിപ്പുകളിൽ നിന്നും ശിശുക്കൾ കേൾക്കുന്ന രാഗമാണ് രാരീരം. എന്ന് വെച്ചാൽ രക്തയോട്ടമാണ് കേൾക്കുന്നത്. അതാണ് ഇന്നും രാരീരം എന്ന് നമ്മൾ പാടുന്ന താരാട്ട് പാട്ട്. അപ്പൊ ഗർഭസ്ഥയായ അമ്മയുടെ ശരീരം നിരവധി മാറ്റങ്ങൾക്ക് വിധേയമാകുന്നു. ശരീരപ്രവർത്തനം നടത്തുന്ന വൃക്കകൾ, കരൾ, ഹൃദയം എന്നു വേണ്ട എല്ലാ ശൃംഖലകളുടെയും ശബ്ദം സ്ത്രീയിൽ ഗർഭാവസ്ഥയുടെ മധുര സംഗീതത്തിന് വഴിമാറുന്നു. അതും നമ്മൾ മനസ്സിലാക്കുക. ഗർഭിണിയായ സ്ത്രീകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണത്. ആ ശബ്ദങ്ങൾക്ക് ഉടുക്കിന്റെയും പുള്ളുവ വീണയുടെയും ഹടം എന്ന സമ്മിശ്ര നാദത്തിനോട് സാദൃശ്യമുണ്ട്. അതൊരു ഉറക്കുപാട്ടായി കുഞ്ഞു ശ്രവിക്കുന്നു. ഈ നാദബ്രഹ്മം ശ്രവിച്ച് യോഗയുടെ നിദ്ര കൊണ്ട് ഗർഭസ്ഥ ശിശു ഭ്രൂണത്തിൽ വളരുന്നു. അപ്പൊ ആ യോഗശാസ്ത്രത്തിലെ ആദ്യ മുദ്ര കൈചുരുട്ടി പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുദ്രയാണ്. ആ മുദ്ര ശിശുക്കൾ ജനനം കൊണ്ട് തന്നെ ആചരിക്കുന്നു. അങ്ങനെ കൈചുരുട്ടി പിടിച്ചുകൊണ്ട് തന്നെ അവർ വളരുന്നു. ആ ശിശു മാസം തികഞ്ഞ് പുറം ലോകത്തേക്ക് വന്നാലും നവജാതൻ എന്നും കൈകൾ ചുരുട്ടി പിടിക്കും. ഗർഭാവസ്ഥയിൽ സൃഷ്ടാവ് നമ്മളെ പല യോഗമുദ്രകളും പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഭ്രൂണാവസ്ഥയിൽ അതെല്ലാം ഹൃദയ സ്പർശനമായി ലയിച്ച ലയന സംഗീതമാണ്. അപ്പൊ ഇത് അമ്മയിൽ നിന്നും കേട്ടുകൊണ്ടാണ് കുഞ്ഞ് വളരുന്നതും രൂപപ്പെടുന്നതും. ആ ശബ്ദത്തിന് പുള്ളുവർ കുടത്തിന്റെ നാദത്തിനോട് സദൃശമുണ്ട് എന്ന് ഞാൻ നിങ്ങളെ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുന്നു. ഈ പുള്ളുവ സംഗീതം ലോകത്തിലെ എല്ലാ നവജാത ശിശുക്കളും നിഷ്ഠപ്പെടും. നമ്മളും വളർന്നു വലുതായാലും ആ നാദം ഇന്നും അമ്പലങ്ങളിലെല്ലാം കേൾക്കുമ്പോൾ നമ്മൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. അരോചകമല്ല. എന്താ കാര്യം? ആദ്യമായിട്ട് കേട്ട ശബ്ദമാണത്. ചെവി ഉണ്ടായത് അമ്മയുടെ വയറ്റിൽ വെച്ചാണ്. അപ്പോൾ കേട്ട ശബ്ദമാണത്. അപ്പൊ മാതാവ് സാമത്തെ ഗർഭം ധരിക്കുക കൂടി ചെയ്യുന്നു. അല്ലെങ്കിൽ മാതാവ് ഭ്രൂണത്തെ ഗർഭം ധരിച്ചപ്പോൾ കുഞ്ഞ് സാമത്തെ ഗർഭം ധരിച്ചിട്ടുണ്ട്. അപ്പൊ പുള്ളൂർപ്പോട്ട് സർപ്പദോഷം തീർക്കാനുള്ളതെല്ലാം അർജി ശിശുവിലും അന്തർലീനമായിരിക്കുന്ന യോഗ ശാസ്ത്രത്തിലൂടെ മസ്തിഷ്കത്തെ ഉണർത്താനും കൂടിയാണ് എന്ന് നമ്മൾ ഒന്ന് മനസ്സിലാക്കുക. രാഗവിരാഗയോർ യോഗ അല്ലെങ്കിൽ രാഗവിരാഗ യോർ യോഗ സൃഷ്ടി കപിലത്തിന്റെ ഒരു ഭാഗമാണ്. രാഗത്താലും വിരാഗത്താലും പരമാണുക്കളുടെ യോഗ നിമിത്തം സൃഷ്ടി സംഭവിക്കുന്നു. അവിടെ രാഗമുണ്ട്. പ്രകൃതി എന്ന് അറിയപ്പെടുന്ന അദൃശ്യ ഊർജം അതിങ്ങനെ പരമാണുക്കളാൽ നിർമ്മിതമാണ്. പരമാണു എന്താണെന്നുള്ളത് ഏകദേശം നിങ്ങളെ ഞാൻ പഠിപ്പിക്കേണ്ട ആവശ്യമെന്ന് തോന്നുന്നു. ഈ പരമാണുക്കൾ പ്രധാനമായി 2 തരമുണ്ട്. ഒന്ന് ആകർഷണമുള്ളവ, അടുത്തത് വികർഷണമുള്ളവ. എപ്പോഴാണോ ആകർഷണ സ്വഭാവമുള്ള പരമാണുക്കൾ അന്തരീക്ഷത്തിൽ കൂടുന്നത് അല്ലെങ്കിൽ അധികരിക്കുന്നത്, അപ്പോൾ അത് വികർഷണ സ്വഭാവമുള്ളതിനെ ആകർഷിച്ച് പിടിക്കുന്നു. അങ്ങനെ ആറ്റമായി മാറുന്നു. ഈ ആറ്റങ്ങൾ ചേർന്ന് ന്യൂട്രോൺ ഗോളമാകുന്നു. ഇത് പൊട്ടിത്തെറിച്ച് പ്രപഞ്ചം ഉണ്ടായ പോലെ ശബ്ദം ജീവന് കാരണമാകുന്നു. ഇനി തമിഴിന്റെ ചെണ്ട കൊട്ടുന്നതും പുള്ളോ വീണയിലും
ഇനി നിങ്ങൾ നോക്കി കൗതുകത്തോടെ മാത്രമല്ല ശാസ്ത്ര ചിന്തയോടെ നോക്കി നിൽക്കണം. വലിയ ശാസ്ത്രമാണോ എന്ന് ചോദിച്ചാൽ അത്രക്ക് വലിയ ശാസ്ത്രമൊന്നുമല്ല. ഇത്രയെങ്കിലും ഭാരതീയ ഋഷികൾക്ക് സമ്മാനമായിട്ട് നമുക്ക് തരാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇത്തരം ചിന്തകളാൽ വിവാഹവേളയിലും ഇടിവെട്ടിനോട് സാമ്യത പുലർത്തുന്ന സംഗീത ഉപകരണങ്ങൾ ഭാരതീയർ ഉപയോഗിച്ചു. മദ്ദളം, നാദസ്വരം, മൃദംഗം പോലുള്ള വാദ്യങ്ങൾക്ക് ഇടിയും മിന്നലും അടങ്ങിയ മുഴക്കങ്ങളോട് സാമ്യത. അതുകൊണ്ട് തന്നെയാണ് ഈ ഇത്തരം ശബ്ദങ്ങൾ ഈ ശബ്ദമേളങ്ങൾ കേൾപ്പിക്കുന്നത്. തമിഴ് കല്യാണ വേളയിലാണ് ഏറ്റവും കൂടുതൽ കേൾക്കണമെന്ന് ആദ്യമേ പറഞ്ഞു. അപ്പോൾ ഇടിമിന്നലിന്റെ സ്മരണയെ ഉണർത്തുന്ന ഈ മേളങ്ങൾ നമ്മൾ തമിഴ്നാട്ടിൽ കണ്ടിട്ടുണ്ട്. കർണാടകയിലും തമിഴ് സംസ്കാരം പിടിക്കാത്ത കേരളത്തിലും ഇതൊക്കെ കുറച്ചൊക്കെ ഉണ്ട്. രാഗമാണ് അതിലുള്ളടക്കം. ഇത്തരം മംഗളവേദിയിൽ എന്തുകൊണ്ട് മോഹനരാഗം വീട്ടിയില്ല എന്നൊക്കെ നമ്മൾ ഇനി ചിന്തിക്കണം. അപ്പൊ ഇനിയെങ്കിലും നിങ്ങൾ ആ പൂമുഖവാതിൽ സ്നേഹം വിളമ്പുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ എന്ന് ഈ വൈദികർ അല്ലെങ്കിൽ ശിവവിഷ്ഠയുടെ അംഗങ്ങളെങ്കിലും അവരുടെ വിവാഹവേദിയിൽ ആ താളങ്ങൾ അറിഞ്ഞ് നിങ്ങൾ അവിടെ ഒരു സംഗീത വിരുന്നൊരുക്കണം. ഇനി ഒന്നും പറ്റിയില്ലെങ്കിൽ ഇതിനോട് സാമ്യമുള്ള ഒരു ഗാനമുണ്ട്. എന്താണെന്നറിയോ? പറഞ്ഞാൽ നിങ്ങൾ ഇയാൾ എന്ത് മനുഷ്യനാണെന്ന് ചിന്തിച്ചാലും എനിക്ക് കുഴപ്പമില്ല. ഇതിനോട് സാമ്യതയുള്ള ഒരേ ഒരു രാഗം മാത്രമുള്ളൂ. മൈക്കിൾ ജാക്സന്റെ ബാഡ് എന്നുള്ളതുണ്ട്. അയാൾ എന്തൊക്കെയോ കിടന്ന് കടന്നുണ്ട്. അതെനിക്ക് കുറച്ചും കൂടി ഇതിനോട് ചേർത്ത് വെക്കാവുന്ന ഒരു സംഗീതമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. വേണമെങ്കിൽ അത് വെച്ചോ, കുഴപ്പമില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അവിടെ ആ ഒരു കാർമേഘ ഗർജനം ഈ മൈക്കിൾ ജാക്സൺ സൃഷ്ടിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഞാൻ അതിനോട് ഇത്രയെങ്കിലും സാമ്യത ഉള്ളതെന്ന് ഞാൻ പറഞ്ഞത്. അത് നല്ലതാണെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. എന്നിരുന്നാൽ പോലും ബാക്കിയുള്ള സംഭവങ്ങളല്ല അവിടെ വയ്ക്കേണ്ടത്. ഇത്തരം ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ മനുഷ്യ ശരീരത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പോ ആ പരസ്പരം വിദ്യയെ വഹിക്കാനുള്ള കഴിവില്ലെങ്കിൽ ബന്ധങ്ങൾ അവിടെ ലയമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകില്ല. അതുകൊണ്ട് ആദ്യത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു വിദ്യയുള്ളവർ വഹിക്കുന്നതാണ് വിവാഹം എന്ന് പറഞ്ഞു. കല്യാണം എന്നാൽ മംഗളം ഭവിക്കട്ടെ എന്നാണ് അതിന്റെ സംസ്കൃതാർത്ഥം എന്നുള്ളത് പറഞ്ഞു. അപ്പൊ മംഗളം ഭവിക്കാനുള്ള ബന്ധുമിത്രാദികളുടെ മന്ത്രമാണ് കല്യാണം. ആ പദത്തിന് അല്ലെങ്കിൽ ആ പദത്തിന് അത്തരം ഒരർത്ഥം കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ ഇണകളെ കൂട്ടിച്ചേർക്കലാണെങ്കിൽ വിവാഹത്തിന് പകരം കല്യാൺ എന്നുള്ളൊരു മറ്റ് ഒരു അലങ്കാര പദം ഇല്ലെന്ന് എനിക്ക് തോന്നിയേക്കണത്. അത്തരം അർത്ഥം പരിണയത്തിൽ കാണുന്നില്ല. ഇനി ഒരു ഭാഗം എന്ന് പറയുന്നത് ഇത്തരം പറഞ്ഞ സ്ഥിതിക്ക് ഈ പരി എന്നാൽ ഈ പരിയാരം എന്ന് നിങ്ങൾ കണ്ണൂര് കണ്ടിട്ടില്ലേ? കണ്ണൂര് എന്ന അഗ്നിഹോത്രിയുള്ള നാടായതുകൊണ്ടാണ് കണ്ണ് വെളിച്ചമുള്ള ഊര് എന്നുള്ള ഇതില് കണ്ണൂർ എന്ന് വന്നത്. ഈ പരി എന്ന് വെച്ചാൽ അഗ്നി എന്നാണ് അർത്ഥം. പരിയാരം എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? അഗ്നിയുടെ നാട് എന്നാണ് അർത്ഥം. ആ പരിയാരം എന്ന സ്ഥലത്ത് അഗ്നിയെ ജ്വലിപ്പിക്കാനായിട്ട് എന്ത് കിട്ടുമായിരുന്നു? നെയ്യ് കിട്ടുമായിരുന്നു. അപ്പൊ പരിയാരം അഗ്നി എന്നാണ് അർത്ഥം. അപ്പൊ നയം എന്നാൽ കണ്ണ് എന്നും പരിണയം എന്നാൽ എന്താണ്? കല്യാണം എന്നുമാണ്. അപ്പോ ഈ പരിണയത്തിന് എന്തർത്ഥം വരുന്നുണ്ട് എന്ന് ചോദിച്ചാൽ സൂര്യനെ പോലുള്ള ഏറെ ദൂരത്തേക്കുള്ള വെളിച്ചം പകരാനുള്ള ആ വെളിച്ചം പകരാനുള്ള ഗുണത്തോടു കൂടിയുള്ള കണ്ണുണ്ടാകണം. അതുകൊണ്ട് അഗ്നിയെ ചുറ്റുക എന്നൊരർത്ഥം കൂടി ഈ പരിണയം എന്ന വാക്കിന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഇണയുടെ സംഗമം എന്നൊന്നും ആ സമയത്ത് അതിന് അർത്ഥം കൽപ്പിക്കുന്നില്ല. നമുക്ക് ഈ അടുത്തൊരു ഇതിന്റെ ഈ ശബ്ദത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഈ അവിടെ അഗ്നിക്ക് എന്തെങ്കിലും ഒരു പ്രധാനം ഉണ്ടോ എന്നുള്ളതും കൂടി നോക്കണം. കാര്യം നമ്മൾ ഇത് ഇവിടെ പഠിപ്പിക്കുന്നത് ജീവന്റെ ഉൽപ്പത്തി എന്നുള്ളതാണ്. മനുഷ്യനെ മണ്ണ് കുഴച്ചു, മനുഷ്യനെ സൃഷ്ടിച്ചു എന്നുള്ളതിൽ നിന്ന് വേദം പറയുന്ന ഒരു ഭാഗത്തേക്ക് വരേണ്ടത് കൊണ്ട് അഗ്നിയെ കുറിച്ച് ചെറിയൊരു ഭാഗം, വലുതായിട്ടൊന്നും പറയുന്നില്ല. ഈ പിരമിഡ് എന്നുള്ളൊരു ഭാഗം നിങ്ങൾ കണ്ടു കാണും അല്ലേ? പിരമിഡ് പല സ്ഥലത്തുണ്ട്. കുറച്ച് ഈജിപ്തിലുണ്ട്. ജനങ്ങൾ ഈജിപ്തിൽ മാത്രമേ പോകണമെന്ന് മാത്രമേ ഉള്ളൂ. ഈജിപ്തിനേക്കാൾ കൂടുതലുള്ള പിരമിഡുള്ള സ്ഥലങ്ങളും രാജ്യങ്ങളും വേറെയുണ്ട്. അപ്പൊ പിരമിഡ് എന്ന ആ പദത്തിന് മധ്യഭാഗത്തെ അഗ്നി എന്നൊരു നിഗൂഢ അർത്ഥമുണ്ട്, അല്ലെങ്കിൽ ഒരു നാമമുണ്ട്. പിരമിഡ് എന്താണ് അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മിഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നടുക്ക് എന്നാണ് അർത്ഥം. മിഡിൽ.
ഫിർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫയറിനെ വിളിക്കുന്നതാണ്. അതുകൊണ്ട് മിഡ് നടുക്കും ഫയർ അഗ്നിയാണെങ്കിൽ പിരമിഡ് എന്നുള്ളത് മധ്യഭാഗത്തുള്ള അഗ്നി എന്നാണ് അതിന്റെ യഥാർത്ഥം. പിരമിഡിന്റെ പ്രത്യേകത അതിന്റെ മധ്യഭാഗത്ത് നല്ല അഗ്നി നിലനിൽക്കുന്നതുകൊണ്ടാണ് അത് കേടുകൂടാതെ മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാനുള്ള ഒരു കാരണം. അപ്പൊ അഗ്നിഹോത്രത്തിന് ഉപയോഗിക്കുന്ന കോൺ ആകൃതിയിലെ ആ ഹോമപാത്രം അതൊന്ന് കമഴ്ത്തി വെച്ചാൽ എന്താണ്? അതാണ് പിരമിഡ്. അപ്പൊ മിഡ് എന്നാൽ നടുക്ക് എന്നാണ് അർത്ഥം. ഭൂമിതത്വം കണക്കിലെടുത്താൽ ഭൂമിയുടെ മധ്യഭാഗം അഗ്നിയാണ്, മുകൾ ഭാഗം ജലവും വായുവുമാണ്. അപ്പൊ ഭൂമി, മണ്ണ്, ജലം ഇവ നശിക്കാത്തതിന്റെ കാരണവും ഭൂമിയുടെ മധ്യഭാഗത്തുള്ള അഗ്നിയുടെ ഗുണമാണ്, അല്ലെങ്കിൽ അഗ്നിയുടെയും പഞ്ചഭൂതങ്ങളുടെയും പൂരണമാണ്. അപ്പൊ മനുഷ്യന്റെ മധ്യഭാഗം എവിടെയാണ്? വയറ്റിലും ഈ അഗ്നിയുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് പിരമിഡ് കണ്ടിട്ടില്ല, നിങ്ങൾ ആ വയറിലൊന്ന് കൈവച്ചാൽ മതി, അവിടെയാണ് നമ്മളുടെ മധ്യഭാഗത്ത് അഗ്നി ഇരിക്കുന്നത്. അപ്പൊ കംപ്ലൈന്റ് വരുന്നുണ്ടോ? പിരമിഡ് എന്ന പദത്തിന് മധ്യഭാഗത്തെ അഗ്നി എന്നൊരു നിഗൂഢ നാമമുണ്ട്. അവിടെ മുതലായിരിക്കും ഒരുപക്ഷെ പ്രശ്നങ്ങൾ വന്നത്. അപ്പൊ അഗ്നിഹോത്രത്തിൽ ഉപയോഗിക്കുന്ന കോണാകൃതിയിലെ ഒരു ഹോമപാത്രം അത് കമഴ്ത്തി വെച്ച പോലെയാണ് നമ്മുടെ പിരമിഡ്. അപ്പൊ മിഡ് എന്നാൽ നടുക്ക് എന്നാണ് അർത്ഥം. ഭൂമിതത്വം കണക്കിലെടുത്താൽ ഭൂമിയുടെ മധ്യഭാഗം അഗ്നിയാണ്, മുകൾ ഭാഗം ജലവും വായുവും കൂടി ചേർന്നാണ്. ഭൂമി, മണ്ണ്, ജലം ഇവ നശിക്കാത്തതിന്റെ കാരണം ഭൂമിയുടെ മധ്യഭാഗത്തുള്ള അഗ്നിയുടെ ഗുണമാണ്, അല്ലെങ്കിൽ അഗ്നിയുടെയും പഞ്ചഭൂതങ്ങളുടെയും ഗുണമാണ്, അല്ലെങ്കിൽ സ്ഫുരണമാണ്. അപ്പൊ മനുഷ്യന്റെ മധ്യഭാഗമായ വയറ്റിലും ഈ അഗ്നിയുണ്ട്. വിശപ്പുണ്ടാവുന്നത് വയറ്റിലെ ആഗ്നേയ ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിന്റെ ഗുണമാണ്, അല്ലെങ്കിൽ അത് നിമിത്തമാണ്. അപ്പൊ പ്രകൃതിയിൽ സ്ത്രീ ജലവും പുരുഷൻ അഗ്നിയുമാകുന്നു. പരിണയത്തിലൂടെ പരിണമിച്ചാൽ ജലത്തിൽ പരിണാമം സംഭവിക്കും. അപ്പൊ കൂൺവർഗങ്ങൾ, ഒന്നും കൂടി നമ്മൾ കൂണിലേക്ക് വരുന്നു. കൂൺവർഗങ്ങൾ ബീജക്കുറുവിനെ പരിഹരിക്കുന്നു. പക്ഷേ ഭൂമിയിൽ ബീജമാവുന്ന കൂൺ മുളയ്ക്കാൻ ഇടിയും മിന്നലും ഉണ്ടാകണം. മനുഷ്യനിലും ബീജം വർദ്ധിക്കാനും ശരീരം നാദമായിട്ട് പരിണയിക്കണം. പ്രകൃതി അന്നത്തെ കൂണിന്റെ രൂപത്തിൽ ഒരുക്കുന്നത് ഖണ്ഡനാദ ശബ്ദങ്ങൾ കൊണ്ടെന്ന പോലെയാണ്. അപ്പൊ മദ്ദളം, ഇടയ്ക്ക, ഉടുക്ക്, മൃദംഗം ഇവയുടെ ശബ്ദവും മനുഷ്യനിൽ ഊർജമായി പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ നിർമ്മാണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. പിന്നെ അവിടെ ഈ ഉടുക്ക് എവിടെ നിന്നാണ് വന്നതെന്ന് ചോദിച്ചാൽ, ശിവം എന്നതിലെ നിഗൂഢമായൊരു അർത്ഥം നമ്മൾ കണ്ടുപിടിക്കണം. ആ ശിവത്തിന്റെ വള്ളി എടുത്തു മാറ്റിയത് ശവമല്ലാത്തൊരവസ്ഥ, അതാണ് ശിവം. അപ്പൊ ശിവന്റെ ഉടുക്ക് ആ ശിവന്റെ കയ്യിലെ ആയുധമല്ല, അനേക ശബ്ദ തന്മാത്രകളിലെ ചിഹ്നങ്ങളെ സൂചിപ്പിക്കുന്നതാണ് ഉടുക്ക്. ഈ ഇടയ്ക്കയുടെ നാദം ക്ഷേത്രങ്ങളിൽ നിന്ന് ശ്രവിക്കുമ്പോൾ ആ ശബ്ദം ആസ്വദിക്കാൻ സ്ത്രീക്കോ പുരുഷനോ യാതൊരു ബുദ്ധിമുട്ടില്ല. അവർക്ക് രണ്ടുപേർക്കും അത് അരോചകമായിട്ട് പതിയുന്നില്ല. അപ്പൊ ശംഖുനാദം വളരെ ആനന്ദം തരുന്നുണ്ട്. അപ്പൊ ആ ആദിയിൽ ശബ്ദ തന്മാത്രകൾ, അതല്ലെങ്കിൽ അന്നത്തിൽ നിന്നാണ് ജീവൻ ഉണ്ടാകുന്നത്. അന്നം വീണ്ടും പരിണമിച്ച് ബീജമായി തീരണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? അവിടെ ശങ്കരന്റെ ആ ശരീരവും ഒരിക്കലും നശിക്കാത്ത ജഡയും ഒരിക്കലും നശിക്കാത്ത ശബ്ദത്തെയും കുറിച്ചും കൂടി നമ്മൾ അറിയണം. എങ്കിലാണ് ജീവന്റെ ഉത്ഭവം എവിടെ നിന്നുണ്ടായി എന്നുള്ളത് ഇന്നത്തെ സയൻസ് പറയുന്ന പോലെ തന്നെ നമുക്ക് മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. മണ്ണ് കുഴച്ച് സൃഷ്ടിച്ചു എന്നുള്ളത് പറഞ്ഞാൽ നമുക്ക് ഇന്ന് ചിരി വരും. ആൾക്കാർ പറഞ്ഞ ഒരു കാര്യം എന്താന്ന് പറഞ്ഞു തരട്ടെ? അല്ലെങ്കിൽ ഈ ഇങ്ങനെ മതവാദികൾ പറയുന്നൊരു കാര്യം, അതിനകത്ത് ഹിന്ദു, മുസ്ലിമും ക്രിസ്ത്യാനികളും പാഴ്സിയും എല്ലാവരും ഉണ്ട്. എല്ലാവരും പറയുന്നത് ഭൂമിയിലുള്ള എല്ലാ ഘടകങ്ങളും മനുഷ്യന്റെ ശരീരത്തിൽ ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. തെറ്റാണ്. ഏകദേശം 27 പരം ഗുണങ്ങൾ ആകാശ പദാർത്ഥത്തിലൂടെയാണ് നമുക്ക് ലഭിക്കുന്നത്. മണ്ണിലൂടെ വളരെ കുറച്ചുള്ളൂ. ഇനി മണ്ണിൽ 108 ഘടകം ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും അല്ല. സൂര്യന്റെ ഗുണം ഈ മണ്ണിൽ നിന്നാണ് കിട്ടുന്നത്, അത് ആകാശമല്ലേ. ചന്ദ്രന്റെ ഗുണം, നക്ഷത്രങ്ങളുടെ ഗുണം, ഉൽക്കകളുടെ ഗുണം, ധൂമകേതുക്കളുടെ ഗുണം, വായുവിന്റെ ഗുണം, അന്തരീക്ഷ ഗുണം, ആകാശത്തിന്റെ ഗുണം, ഇതൊക്കെ എവിടെ നിന്നാണ് ലഭിക്കുന്നത്? അപ്പൊ മണ്ണ് കുഴച്ചാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് പറയുമ്പോൾ തന്നെ
സാധാരണ ഒരു കോമൺ സെൻസ് ഉള്ള ഒരു മനുഷ്യന് ഇത് കേൾക്കുമ്പോൾ ചിരി വരും. അതുകൊണ്ട് മതങ്ങളുടെ ഈ ഭാഗമല്ല നമ്മൾ പഠിക്കുന്നത്, വേദം ശാസ്ത്രമാണ്. ഋക്ക്, യജുർ, സാമങ്ങൾ, അഥർവങ്ങളുടെ ഉള്ളടക്കത്തെ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു മനുഷ്യനും സംശയമില്ലാത്ത രീതിയിലാണ് മനുഷ്യന്റെ സൃഷ്ടിയെ കുറിച്ച് അവിടെ പറയുന്നത്. മനുഷ്യനെന്നല്ല ആദ്യമായിട്ടുണ്ടായത്, മനുഷ്യനൊക്കെ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഉണ്ടായത്. നമുക്ക് ആ ഭാഗത്തേക്ക് വരാം. അപ്പൊ അന്നത്തിൽ നിന്നാണ് ജീവൻ ഉണ്ടാവുന്നത്. അന്നം വീണ്ടും പരിണമിച്ച് ബീജമായിട്ട് തീരുന്നു. ആനന്ദ വേളയിൽ അസ്ഥികൾക്കുള്ളിൽ നിന്നും ആ ഉന്മാദ ലഹരി ഉണ്ടാവുന്ന പോലെ മിന്നൽ പിണരുകൾ മലകളിലും മണ്ണാൽ മൂടിയിരിക്കുന്ന പാറയിലും ആഴ്ന്നിറങ്ങുന്നുണ്ട്. പരിണിത ഫലമായി സംഭവിക്കുന്ന കിണ്ണനം മൂലം ബീജം എന്ന കൂൺവർഗം ജനിക്കുന്നു. ആ ഭൂമിയുടെ അസ്ഥിയായ ഇടിമിന്നലും അതോടുള്ള ശബ്ദവും ഭൂമിയിൽ ബീജവർഗങ്ങളായ സസ്യങ്ങൾക്ക് ജന്മമേകുന്നു. പർവ്വതം എന്ന പാർവതിയിൽ മിന്നലുണ്ടാകുന്നു. നീലനിറത്തിലെ ശിവലിംഗം ബീജത്തെ സ്കലിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ആ അദ്ദേഹത്തിന്റെ ആ ഒരു ഗാനം നമ്മൾ പ്രാണവും നീവനി ഗാനമേ എന്നുള്ള ഗാനവും നീതനി പ്രാണമേ ഗാനമണി മൗനം വിചക്ഷണ, ആ ഭാഗത്തൊക്കെ നമുക്ക് പിന്നീട് വരാം. അപ്പൊ നമ്മുടെ ശരീരം നാദമാണ്. ശങ്കരൻ നാദ ശരീരവരനാണ് എന്ന് വെച്ചാൽ എല്ലാ ഗോളങ്ങളെയും പോലെ ഭൂമിയും നാദത്തിലൂന്നിയാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ടാണ് കല്യാണവേളയിലും വായ്ക്കുരുവ, അതുപോലെ തന്നെ പുരുഷന്റെ ആർപ്പുവിളി അല്ലെ, വായ്ക്കുരുവയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലോ. എന്തിനു വേണ്ടിയാണത്? അത് ഒരു എന്താ പറയണത്, ഒരു ഗോത്ര ആചാരമാണ് എന്ന് പറയുന്ന യുക്തിവാദികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അതല്ല സത്യം. അത് അവിടെ ശബ്ദത്തിന്റെ തന്മാത്രകളെ ഏതെല്ലാം രീതിയിൽ കല്യാണം കഴിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ വായ്ക്കുരുവ ഉണ്ടാവുന്നത്. എന്തിനു വേണ്ടിയാണ്? ആ പൂവിലെ വണ്ടിന്റെ മുരളല്, ആ വണ്ടിന്റെ മുരളൽ, ഒരു പൂവ് ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ആ പൂവിൽ എന്ത് സംഭവിക്കും? ആ വണ്ടിന്റെ ചിറകടി ശബ്ദം പൂവിലെ വിത്തിനെ കായാക്കാനുള്ള പരിവർത്തനമാണ്. വണ്ടിന്റെ നിറം മിന്നൽ പോലെ അവിടെ നീലയായിട്ടും പ്രവർത്തിക്കുന്നുണ്ട്. അല്ലെങ്കിൽ വിവിധ വർണ്ണങ്ങൾ അവിടെ ആ പൂവില് സൂര്യന്റെ ഗുണത്താൽ ഏൽക്കുന്നുണ്ട്. അപ്പൊ ഇപ്രകാരം ജനിച്ച സ്വരങ്ങളെ പ്രകൃതി സ്വരങ്ങളിൽ നിന്നും വികൃതി സ്വരങ്ങളിൽ നിന്നും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇപ്പൊ സപ്പ എന്നീ സ്വരങ്ങൾ പ്രകൃതി സ്വരങ്ങളാണ്. രി, ഗ, മ, ദ, നി എന്നീ സ്വരങ്ങൾ വികൃത സ്വരങ്ങളാണ്. അപ്പൊ മനുഷ്യൻ അവന്റെ ധ്യാന ബുദ്ധി കൊണ്ട് ദ്രവ്യത്തിന്റെ ആ കമ്പനം മൂലമാണ് ശബ്ദം ഉണ്ടാവുന്നതെന്നും ഈ ശബ്ദം ദ്രവ്യത്തിന്റെ മറ്റൊരു രൂപമാണെന്നും അതിനെ ശബ്ദപ്രപഞ്ചം എന്ന് അവൻ നാമകരണം ചെയ്തിട്ടുണ്ട്. ശബ്ദവേദശാസ്ത്രം അതിന്റെ ഗ്രന്ഥമൊക്കെ ഇന്ന് വാങ്ങാൻ കിട്ടും. ശബ്ദവേദശാസ്ത്രം രാവണന്റെ കാലത്താണ് ശബ്ദവേദശാസ്ത്രം നിർത്തലാക്കിയത്. അതിനുശേഷം പിന്നീട് അത് ഉപയോഗിക്കുന്ന ഏകലിപ്യനാണ്. എന്താണ് ശബ്ദവേദശാസ്ത്രം എന്നുള്ളത് നമുക്കറിയാം അല്ലെ. ഒരു രാവണന്റെ പിതാവ് ദശരഥൻ ആനയെ അമ്പ ചെയ്താണ്. പക്ഷെ ഒരു കുടത്തിൽ നിന്ന് വെള്ളം നിറയുമ്പോൾ ആന തുമ്പിക്കൈയിൽ വെള്ളം കുടിക്കുന്ന ശബ്ദമാണ് എന്ന് അദ്ദേഹത്തിന് തെറ്റിദ്ധാരണ ഉണ്ടായി. ശബ്ദവേദശാസ്ത്രം ഏറെ നാള് പഠിച്ചതാണ് ആ മനുഷ്യൻ. പക്ഷെ ആ മനുഷ്യന് പോലും ശബ്ദവേദശാസ്ത്രം തെറ്റിപ്പോയി. അപ്പൊ എന്നിരുന്നാൽ പോലും ശബ്ദവേദശാസ്ത്രം ആ ശബ്ദം കെട്ട ദിക്കിലേക്ക് അമ്പ ചെയ്യരുത് എന്നുള്ളത് മാത്രമാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ആ ശബ്ദവേദശാസ്ത്രത്തിൽ എങ്ങനെയാണ് ജീവന്റെ ഉത്ഭവത്തിന് ശബ്ദം ഗുണം ചെയ്യുന്നത് എന്നുള്ളത് ശബ്ദവേദശാസ്ത്രത്തിലുണ്ട്. അതുകൊണ്ട് ശബ്ദവേദശാസ്ത്രം പഠിച്ച് അമ്പ ചെയ്യരുത് എന്ന് മാത്രമേ അതിന് പിന്നീട് ഒരു നിയമം അന്നത്തെ കാലത്തെ സ്മൃതികളിൽ വന്നിരുന്നുള്ളൂ. പക്ഷെ അത് 100% അത് കട്ട് ചെയ്തിട്ടില്ല. അപ്പൊ മനുഷ്യൻ അവന്റെ ധ്യാന ബുദ്ധി കൊണ്ട് ദ്രവ്യത്തിന്റെ കമ്പനം മൂലമാണ് ശബ്ദം ഉണ്ടാകുന്നതെന്ന് നാം മനസ്സിലായി. ഈ
ശബ്ദം ദ്രവ്യത്തിന്റെ മറ്റൊരു രൂപമാണെന്നാണ് പറയുന്നത്. രൂപമാണെന്ന് പറഞ്ഞേക്കണത്, അല്ലാതെ ശബ്ദം രൂപം എന്ന് തന്നെയാണ് പറഞ്ഞേക്കണത്. ആദിയിൽ വചനം ഉണ്ടായി, വചനം രൂപമായിരുന്നു എന്ന് പഴയ നിയമം ബൈബിളിൽ പറയുന്നുണ്ട്. അപ്പൊ ആ ശബ്ദത്തിന് തന്നെ 14 ശബ്ദ തന്മാത്രകളുണ്ട്. വിരാഗത്തിലൂടെയാണ് ശരീര നിർമ്മാണം. അത് ശ്രവിക്കാനായിട്ട് ചെവി തുറക്കണം. കുണ്ടലം ചെവിയിൽ ധരിച്ചാൽ ചെവി നന്നായിട്ട് തുറക്കും. ഈ ആരാണ്, ആരോടാണ്, എപ്പോഴാണ് ഒരു കുണ്ടലം മോഷ്ടിച്ചു കൊണ്ടുവരാൻ പറഞ്ഞത് എന്നുള്ളത് നമ്മൾക്കറിയാം അല്ലേ? മഹാഭാരതത്തിൽ അങ്ങനെ ഒരു കഥയുണ്ട്. അത് കവചകുണ്ടലങ്ങൾ കൊണ്ടുവരാനായിട്ട് എത്ര കഷ്ടപ്പെടുന്നുണ്ട് ആ ശിഷ്യൻ. അങ്ങനെ ഒരു കഥ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഉപമന്യുവിന്റെ. അതെ അതെ. അപ്പൊ അതിനുശേഷം ആ ഗുരുപത്നി ബ്രാഹ്മണർക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുന്നുണ്ട്. അത് ആഹാരമായി മാറുന്നുണ്ട്. കമ്മൽ ഇല്ലെങ്കിലും ആഹാരം വിളമ്പി കൊടുക്കാമായിരുന്നില്ലേ? പിന്നെ എന്തിന് കമ്മൽ കിട്ടിയതിന് ശേഷം ആഹാരം തരമുള്ളൂ എന്ന് പറയുന്നത്? ഖണ്ഡാകർണൻ. അത് ഖണ്ഡാകർണൻ എന്ന് കേട്ടിട്ടില്ലേ നിങ്ങള്? പുരാണത്തിൽ ഇതിനോടനുബന്ധിച്ചൊരു കഥയുണ്ട്. അവിടെ മറ്റ് ശബ്ദങ്ങൾ കേൾക്കാതിരിക്കാനായിട്ട് ശിവന് ജനിച്ച ഒരു പുത്രന്റെ ചെവിയിൽ ഖണ്ഡാരനാഥം കമ്മലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ശിവനിൽ നിന്ന് ഖണ്ഡാകർണൻ മാത്രമാണോ ജനിച്ചിരിക്കുന്നത്? ഖണ്ഡാകർണന്റെ കൂടെ ഒരു കാളി ജനിക്കുന്നുണ്ട്. വീരഭദ്രനും ഒരു കാളി ജനിക്കുന്നുണ്ട്. അപ്പൊ ശിവൻ എത്ര മക്കളാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? നിങ്ങൾ ശിവൻ ഗണപതി മാത്രമാണോ? അല്ലെങ്കിൽ സുബ്രഹ്മണ്യൻ മാത്രമാണോ? അവിടെ ഖണ്ഡാകർണനുണ്ട്. അവിടെയും ഒരു കാളി ജനിക്കുന്നുണ്ട്. ഈ കാളിക്ക് വസൂരി എന്നുള്ള രോഗം പിടിപെടുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? എല്ലാ ഭാഗത്തെയും എന്താണ് വസൂരിയുടെ അഴുക്കിനെ ഈ ഖണ്ഡാകർണൻ എന്താണ് നാവ് കൊണ്ട് നക്കിയെടുക്കുന്നുണ്ട്. സഹോദരിയായതുകൊണ്ട് ചുണ്ടിന്റെ ഭാഗത്തേക്ക് നാവ് കൊണ്ടുപോകില്ല, മുഖത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് കാളിയുടെ രൂപം ബീഭത്സമായി എന്നുള്ള കഥകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ അവിടെ ഖണ്ഡാകർണം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ. അവിടെയും ഈ ശബ്ദമാണ് ഈ ജീവന്റെ അല്ലെങ്കിൽ ജഡയ്ക്കും കജത്തിനും ജീവനെ ഏകിയതിൽ വായുവിനും ജലത്തിനും മാത്രമല്ല പങ്ക്, അവിടെ ശബ്ദത്തിനുണ്ട് എന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കണം. അതാണ് എന്താണ് രാഗവിരാഗത്തിലൂടെയാണ് ശരീര നിർമ്മാണം. അത് ശ്രവിക്കാൻ ചെവി തുറക്കണം. കുണ്ടലം ചെവിയിൽ ധരിച്ചാൽ ചെവി നന്നായിട്ട് തുറക്കും. അതുകൊണ്ട് ഞങ്ങള് പ്രത്യേകതരം സാക്ഷികളാണ്. ഞങ്ങള് കമ്മലിടില്ല. ഞങ്ങൾ പ്രത്യേകതരം എന്താണ് ഫെമറ്റിക് വിശ്വാസത്തിലുള്ളതാണ്. ഞങ്ങൾക്ക് കമ്മൽ ഇഷ്ടമല്ല എന്ന് പറയുന്ന വ്യക്തികളുണ്ട്. കമ്മൽ ഇടുന്നത് തന്നെ എന്തിനാണ് കാതു തുളയ്ക്കുന്നത് എന്ന് വരെയും ചിന്തിക്കുന്ന വ്യക്തികളുണ്ട്. എന്തിനു വേണ്ടി ഈ കൊലുസിന് കൊലുസിന് വെറുതെ മണികൾ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? എന്താണ് അവിടെ പ്രത്യേകത? നമ്മൾ നടക്കുമ്പോൾ ഇതിന്റെ ശബ്ദം കൊണ്ട് ഭൂമിയിലെ ഒരു പ്രത്യേക അല്ലെങ്കിൽ ഏറെ പ്രകൃതിക്ക് ഗുണകരമാകുന്ന ജീവികൾ അല്ലെങ്കിൽ സൂക്ഷ്മജീവികൾക്ക് ജന്മം കൊടുക്കുന്നുണ്ടത് കൊലുസിന്റെ ശബ്ദം കൊണ്ടുപോലും. അവിടെയാണ് ഈ നമ്മൾ കേൾക്കാത്ത ഈ 14 ശബ്ദങ്ങള്. നിനാദം എന്ന് പറയുന്ന ഒരു ശബ്ദമുണ്ട്. ധ്വനി, എന്തോ ഒരു ധ്വനി കേട്ടല്ലോ എന്ന് പറയും, ധ്വനി. പിന്നെ ദാനം എന്ന് പറഞ്ഞ ഒരു ശബ്ദമുണ്ട്. രവം എന്നുള്ളൊരു ശബ്ദമുണ്ട്. സ്വനം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? സ്ഥാനമുണ്ട്. സനം മാത്രമല്ല, സ്ഥാനം എന്നുള്ളൊരു ശബ്ദമുണ്ട്. നിർഘോഷം എന്ന് പറയുന്ന ഒരു ശബ്ദമുണ്ട്. ഘോഷം എന്ന് പറയുന്ന ഒരു ശബ്ദമുണ്ട്. നിർഘാതം എന്ന് പറയുന്ന ഒരു ശബ്ദമുണ്ട്. നാദം, അതിനകത്ത് വേറൊരു ശബ്ദമാണ്. ഇതിനകത്താണ് ശങ്കരൻ നാദശരീരാഭരണാണെന്ന് പറയുമ്പോൾ ബാക്കി 13 ശബ്ദങ്ങൾ ഈ ശിവനിലില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ട്. രവമുണ്ട്, ആരവമുണ്ട്, മർമ്മരമുണ്ട്. ശിവനിൽ കാണാത്തത് എന്താണ്? ഷിഞ്ഞിത, കണ്ണം എന്നെല്ലാം പറഞ്ഞ ശബ്ദമാണെങ്കിൽ അതൊക്കെ പാർവതിയിലുണ്ട്. അതില്ലാത്തത് പിന്നെ എവിടെയുണ്ട്? ഗണങ്ങളുടെ പതിയിലുണ്ട്. അതില്ലാത്തത് അവിടുന്ന് കിട്ടാത്തത് എവിടെയുണ്ട്? സുബ്രഹ്മണ്യനിലുണ്ട്. അത് ബാക്കിയുള്ള ശബ്ദങ്ങൾ ആരിലൊക്കെ ഉണ്ട്?
കാളിയിലുണ്ട്. അഗ്നിയുടെ കാളലിനൊരു ശബ്ദമുണ്ട്. ആ ശബ്ദമാണ് എന്താ ഒരു ഗുണമില്ലാത്തവരെന്നൊക്കെ പറയില്ലേ, അവനെ കൊണ്ട് അവൻ അത് മഞ്ഞ് കത്തുന്ന അഗ്നിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവനെ കൊണ്ട് ഒരു ഗുണമില്ലെന്ന് പറയും. അങ്ങനെ ഒരു ഗുണമല്ല അവിടെ, ഗുണം എന്താണ് അവിടെ? അവൻ കത്താൻ പോരാ. അങ്ങനെ ഒരു ശബ്ദമുണ്ട്. അപ്പൊ ഈ ശബ്ദ തന്മാത്ര കൊണ്ടാണ് ചതുർവേദങ്ങൾ രചിക്കപ്പെട്ടിരിക്കുന്നത്. അതായത് ആത്മതത്വവും പ്രകൃതിതത്വവും ശബ്ദ തന്മാത്രയിൽ വേദങ്ങളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ആ വേദത്തിന്റെ പേരാണ് സാമം. ഇപ്രകാരം ജനിച്ച മനുഷ്യൻ അവന്റെ ധ്യാനബുദ്ധി കൊണ്ട് ദ്രവ്യത്തിന്റെ കമ്പനം മൂലമാണ് ശബ്ദം ഉണ്ടാകുന്നത് നാം മനസ്സിലാക്കി. ഈ ശബ്ദം ദ്രവ്യത്തിന്റെ മറ്റൊരു രൂപമാണെന്നും അതിനെ ശബ്ദപ്രപഞ്ചം എന്ന് നാമകരണം ചെയ്തു എന്ന് ഞാൻ മുകളിൽ പറഞ്ഞത് ഈ 14 ശബ്ദ തന്മാത്രകളുടെ ഒരു ഭാഗം കൂടി പഠിച്ചാലാണ് നമ്മൾക്കത് മനസ്സിലാവുള്ളൂ. ഇതിനെയാണ് ഓങ്കാരം എന്ന് പറയുന്നത്. അപ്പൊ മനുഷ്യന്റെ ഗ്രാഹിയിൽ നിന്ന് എല്ലാ ശബ്ദ തന്മാത്രകളും ഒരു വൃത്തത്തിനുള്ളിൽ ആരോഹണ അവരോഹണ രീതിയിൽ 51 അക്ഷരങ്ങളായി സന്നിവേശിപ്പിച്ച് നിലനിർത്തിയിരിക്കുന്നു. ഈ സന്നിവേശിപ്പിച്ച രീതിയാണ് എന്ന 4 അക്ഷരമാത്രകൾ. ഇതിനെ വീണ്ടും ചുരുക്കിയാണ് ഓം എന്നാട്ട് അവതരിപ്പിച്ചത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ ശബ്ദം വേറെ എവിടെയൊക്കെ ഉണ്ട്? യഹൂദരുടെ ഹീബ്രു ഗ്രന്ഥമായ അതിന്റെ ഒരു ഷേപ്പിൽ എന്താ ഒരു യഹോവ യാർഹ് എന്നൊരു പറയുന്നൊരു ദൈവമുണ്ട്. അതിന്റെ 4 അക്ഷരം നോക്കിയിട്ടുണ്ടെങ്കിലും നമുക്ക് അതിനകത്ത് 4 അക്ഷരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. YHVA യഹോവ എന്ന് പറഞ്ഞു ചേർത്തിട്ട് യഹോവ എന്ന് വിളിക്കുന്നുണ്ട്. അത് മിക്കവാറും ഇവിടെ നിന്ന് മോഷിച്ചതാകാനേ സാധ്യതയുള്ളൂ. അപ്പൊ ഭാരതീയരുടെ ആ ഓം മന്ത്രത്തിൽ ചരണങ്ങളും ആചരണങ്ങളും അടങ്ങിയിരിക്കുന്നു. ഈ ഓങ്കാരം ശബ്ദ തന്മാത്രയായി എന്താണ് കൃഷ്ണന്റെ വചനത്തിൽ നിന്ന് അർജുന് കാണിച്ചു കൊടുത്തെന്നൊക്കെ പറഞ്ഞ് ഒരു പുരാണം ഉണ്ടെങ്കിൽ പോലും ഈ പുരാണങ്ങളൊക്കെ ആ പുരാണങ്ങൾ എഴുതാനുള്ള ആ ചിന്ത കിട്ടിയത് വേദങ്ങളിൽ നിന്നാണ്. അപ്പോ ആ ഭഗവത്ഗീത പാരായണം ചെയ്യുന്ന ഒരു സാധകനെ ഇങ്ങനെ അത്ഭുതപ്പെടുത്തുന്ന അല്ലെങ്കിൽ അവന്റെ ഒരു കമ്പനം ഉണ്ടാക്കുന്ന ഒരു ഭാഗമാണല്ലോ ഈ വിശ്വരൂപ ദർശനം എന്ന് പറയുന്നത്. ആ വിശ്വരൂപ ദർശനത്തിന്റെ അർത്ഥങ്ങൾ നിങ്ങൾ തേടിപ്പോയാൽ തീർച്ചയായിട്ടും വീണ്ടും നിങ്ങൾ സാമത്തിലേക്ക് തന്നെ പോകേണ്ടി വരും. വിശ്വരൂപ ദർശനത്തിൽ രൂപം മാത്രമല്ല, രൂപദർശനമാണ്. ആ രൂപം എന്തിൽ നിന്നുണ്ടായത്? ശബ്ദത്തിൽ നിന്നാണ്. ആദിയിൽ വചനം ഉണ്ടായി, വചനത്തിൽ നിന്ന് രൂപം ഉണ്ടായിട്ടുണ്ടെങ്കിൽ വിശ്വരൂപ ദർശനത്തിൽ ആദ്യമായിട്ടുണ്ടായത്. വിശ്വരൂപ ദർശനം എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഭഗവാന്റെ രൂപമാണ് കാണാൻ പോണെന്ന്. അല്ല, ശബ്ദത്തെയാണ് കാണാൻ സാധിക്കുള്ളൂ ഇതിലൂടെ. അത് സത്യത്തിൽ ഈ വേദപ്പൊരുൾ തന്നെയാണ്. നമുക്ക് തൽക്കാലം നിർത്താം, 1 മണിക്കൂറായി. ഇനി പറഞ്ഞാൽ തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും ഞാൻ പറയുന്നു, ഈശ്വരൻ, ദൈവം, ജീവൻ, ആത്മാവ്, പ്രേതം, ബ്രഹ്മം, ഇങ്ങനെയുള്ള സജ്ജകളൊക്കെ വിവിധ ഒരു അർത്ഥബോധത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇവയിലെല്ലാം ആത്മാവ് അടങ്ങിയിരിക്കുന്നത് എന്നൊക്കെ സത്യമാണ്. അപ്പൊ പക്ഷെ അതിന്റെ ഘടന വ്യത്യസ്തമായാണ് നിലനിൽക്കുന്നത്. ഇതിന്റെ ബാക്കിയുള്ള ഒരു ഗുണങ്ങളും അല്ലെങ്കിൽ ഇനി ശബ്ദത്തിൽ നിന്ന് മാറി അടുത്തൊരു ജീവന്റെ ഉൽപ്പത്തി എന്ന് പറയുന്ന അധ്യായത്തിലേക്ക് നമുക്ക് അടുത്ത ആഴ്ച പോകാം. ഞാൻ ചോദിക്കുന്നത്, ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് ആർക്കെങ്കിലൊക്കെ മനസ്സിലായിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ ഈ ക്ലാസ് റെക്കോർഡ് ചെയ്ത് 1-2 പ്രാവശ്യവും കൂടി നിങ്ങൾ കേൾക്കുക. കേട്ടിട്ട് ഒരു പ്രാവശ്യമെങ്കിലും നമുക്ക് ഇതിന്റെ സംശയങ്ങൾ ദൂരീകരിച്ച് പോകണം. കാര്യം ഞാനിത് കുറെ വായിച്ചും പഠിച്ചും മനസ്സിലാക്കിയാണ് നിങ്ങളോട് പറയുന്നത്. ഒറ്റയടിക്ക് നിങ്ങളോട് പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് എന്നിൽ കൂടുതൽ ബുദ്ധിയുള്ളതുകൊണ്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും. ഇനി
നിങ്ങൾക്കത് മനസ്സിലായില്ല, കേൾക്കാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ, വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്നും കൂടി കേട്ടിട്ട് ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ അറിയിക്കുക. പിന്നെ നിങ്ങൾക്ക് മനസ്സിലായ രീതിയിൽ നിങ്ങൾ ഇതിനകത്ത് 42 പേര്, 41, 44, 50 താഴെ ആളുണ്ട്. ഈ അത്രയും പേരും നിങ്ങളുടെ ഗ്രൂപ്പിൽ ചെന്ന് നിങ്ങൾ എന്താണ് ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചത് എന്നുള്ളത് പറയുക. നിങ്ങൾക്ക് ലഭിച്ചത് മറ്റുള്ളവന് പങ്കുവെച്ച് കൊടുത്തിരിക്കണം. അങ്ങനെ അവർക്ക് ആ ബോധം ഉണ്ടാകണം. അങ്ങനെ ഭക്തനെ നിങ്ങൾ മോചിപ്പിക്കണം, ശ്രദ്ധയുള്ളവനാക്കണം, അവന് ശാസ്ത്രബോധമുള്ള ഒരു ഈശ്വരവിശ്വാസിയാക്കണം, ഈശ്വരവിശ്വാസമുള്ള ഒരു ശാസ്ത്രബോധി അവനാക്കണം. ഭക്തിയിലേക്ക് അവനെ ഇനി കൊണ്ടുപോകരുത്, വീഴ്ന്നു പോകരുത്. അല്ലെങ്കിൽ നാളെ അവൻ ഗുരുവായൂരപ്പനെ രക്ഷിക്കണേ എന്നും പറഞ്ഞുകൊണ്ട് അവൻ വീണ്ടും പ്രാർത്ഥിക്കും. അപ്പൊ അങ്ങനെ പ്രാർത്ഥിച്ചാൽ എന്താണെന്ന് ചോദിച്ചാൽ, മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞ പോലെ ആ ഒരു വാക്കല്ല ഞാൻ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് മറ്റൊരർത്ഥത്തിലാണെങ്കിൽ ഞാൻ പറയുന്നു അതല്ല ഈശ്വരൻ. ഞാൻ ഈ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് ഈശ്വരൻ എന്താണെന്ന് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. സംഭവിച്ചു മഹാദേവ. ഓക്കെ കുട്ടി, വൈൻഡപ്പ് ചെയ്യാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അതിന് നമുക്ക് സാർ സംസാരിച്ച ഭാഗവുമായി ബന്ധപ്പെട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഇപ്പോ ആകാം. ഹാൻഡ് റൈസ് ചെയ്തിട്ട് ഓരോരുത്തരായിട്ട് ചോദിച്ചോളൂ. സാർ ഞാൻ ചോദിക്കാന്ന്. സാർ ഇതിനകത്ത് പറഞ്ഞ ആ 14 ശബ്ദ തന്മാത്രകളെ കുറിച്ച് പറയില്ലേ, നാദം, ഘോഷം, സാനു, അത് ശരിക്കും അത് ആ 14 വരുന്നത് നമ്മുടെ ശബ്ദവേദ ശാസ്ത്രത്തിന്റെ ആ ഒരു വലിയ അതിൽ വരുന്നത് സാർ ചുരുക്കി പറഞ്ഞതാണോ അത്രയും? അതെ അതെ അതെ. വേണമെങ്കിൽ അതാണ് നിദാനം എന്ന് പറയുന്നത്, നിനാദം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ധ്വനിയെ കുറിച്ചും ഇനി ക്ലാസ് എടുക്കാം. അത് ഇതൊക്കെ പറഞ്ഞു പോയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ ഞാനിതൊക്കെ വളരെ ചുരുക്കിയാണ് പറയുന്നത്. ധ്യാനം എന്ന് പറയുന്നൊരു, രവം എന്ന് പറയുന്നൊരു ശബ്ദമുണ്ട്. നമ്മളുടെ രവിച്ചേട്ടൻ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ രവം എന്താണ്? രവി എന്ന് വെച്ചാൽ ചന്ദ്രനാണ് എന്നാണ് അർത്ഥം, അല്ലേ? അതിൽ നിന്നുണ്ടാകുന്ന ആ അഗ്നിയിൽ നിന്നാണ് രവം ഉണ്ടാകുന്നത്. അപ്പൊ അങ്ങനെ ഒരു ശബ്ദമുണ്ട്. പിന്നെ സാനഗ്രന്ഥികളുണ്ട്, അവിടെ നിന്ന് ഒരു ശബ്ദമുണ്ട്. ഘോഷമുണ്ട്, നിർഘോഷമുണ്ട്, അല്ലേ? നിർനാദമുണ്ട്. അതിന് 10ാമത്തതാണ് നാദം എന്നായിട്ട് വരുന്നുള്ളൂ. അപ്പൊ നാദമാണ് കുറച്ചെങ്കിലും ആൾക്കാരെ കേൾക്കുന്നത്. ആരവം എന്നുള്ള ഒരു സിനിമയുടെ പേരല്ലാതെ ആരവം എന്താണെന്നുള്ളതിനെ കുറിച്ച് നമ്മൾ അറിയാനായിട്ട് പോകുന്നില്ല. രവമുണ്ട്, ആരവമുണ്ട്, മർമ്മരമുണ്ട്. അതിനുശേഷമാണ് ക്രണം എന്ന് പറയുന്ന ഭാഗങ്ങളുള്ളത്. അതിനെക്കുറിച്ച് ക്ലാസ് വെക്കാം. ഇത് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. Okay.